സോ ഗുഡ് മോർണിംഗ് എവരി വൺ. നമ്മൾ ഏതായാലും പഞ്ചശീല ഫാമിലിക്ക് വേണ്ടി ഓൺലൈനിൽ ആദ്യമായിട്ട് നമ്മളൊരു പ്രോഗ്രാം ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. അത് കാരണമുണ്ട്. നമ്മൾ പഞ്ചശീല തുടങ്ങിയിട്ട് വേണ്ട ഒരു വർഷം ആകാറായി. അടുത്ത ജനുവരി 3-ാം തീയതി ആകുമ്പോഴേക്കും പഞ്ചശീല ഗ്രൂപ്പിന്റെ 1-ാം വാർഷികമുണ്ട്. അപ്പോൾ ഏതായാലും നമുക്കൊരു ഒരു നമ്മുടെ ഡ്രീമായിരുന്നു ഈ പഞ്ചശീല ഗ്രൂപ്പുകളെ എല്ലാവരെയും ശൂന്യം പഠിപ്പിക്കണം. ഒക്കെ ഒരു അതിനോട് ചോദിച്ചു വന്നതിന്റെ പേരിൽ തന്നെ നമുക്കിന്ന് അത് എന്നെ ആദ്യമായിട്ട് ഞാൻ ശൂന്യം പോയ സമയത്ത് എന്നെ എന്താ പറയുക, വലിയ ഗുരുക്കന്മാർ അങ്ങനെയൊന്നും ഇല്ല. എന്നാലും എന്നെ പഠിപ്പിച്ചത് രാജൻ സാറാണ്. ഇന്ന് നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് വെച്ചാല് ശരണ്യ മാഡം. മാഡത്തിനെ പറ്റി പറഞ്ഞാല് മാഡം ഇതിന്റെ ശൂന്യയുടെ എക്സിക്യൂട്ടീവ് ചീഫ് കൗൺസിൽ മെമ്പറാണ്. മാഡമൊക്കെ വർഷങ്ങളായിട്ട് 2019 2018 മുതലൊക്കെ തന്നെ ശൂന്യ പ്രാക്ടീസ് ചെയ്യുന്ന മാഡമാണ് ശരണ്യ മാഡം. പത്തനംതിട്ടക്കാരിയാണ്. അപ്പൊ ഞങ്ങൾക്ക് എത്ര വേണ്ടപ്പെട്ട മാഡമാണ്. ഞാൻ സ്പെഷ്യൽ ക്ഷണിച്ചപ്പോ ഒരു എന്താ പറയാ, ഒരു ഇത് കൂടാതെ തന്നെ പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഇന്ന് ശരണ്യ മാഡമാണ് നമ്മുടെ കൂടെ കൂടിയേക്കണത്. അതിന് ആദ്യമായിട്ട് ശരണ്യ മാഡത്തിന് നന്ദി പറയുന്നു. അപ്പൊ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ശരണ്യ മാഡത്തിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ ശരണ്യ മാഡം, താങ്ക് യു. താങ്ക് യു മനോജ് സാറേ, രാജീവ് സാറേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ് ശൂന്യ എന്നൊരു കൺസെപ്റ്റ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കുറച്ചു നാളായിട്ട് DXന് കേൾക്കുന്ന ഒരു സംഭവമാണ് ശൂന്യ. ഓക്കെ, അപ്പോ എന്താണ് എല്ലാരും പറയുന്നത്, എല്ലാരും കുറെ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് എന്തൊക്കെയോ ചെയ്യുന്നു. പക്ഷെ ആർക്കും എന്താണ് ശൂന്യ എന്ന് പറയുമ്പം എന്താണെന്നൊരു ഐഡിയ ഇല്ല അല്ലെ. കുറച്ച് പറയുന്നത് കുറച്ച് ജോലി ഇല്ലാത്ത ആൾക്കാർ എന്താണ് കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യുന്ന സംഭവത്തിനെയാണ്, അല്ലെങ്കിൽ അവർ കുറച്ചു നേരം കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുന്ന സംഭവത്തിനെയാണ് ശൂന്യ എന്ന് പറയുന്നത് അല്ലെ. പക്ഷെ എന്താണ് ശൂന്യ? ആ ശൂന്യയുടെ ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു അതിനെ കുറിച്ച് അതിന്റെ ഒരു മീനിങ് നമ്മൾ പറഞ്ഞു തരിക. ഈ ഒരു മീറ്റിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അപ്പം ആ ശൂന്യ എന്ന ഒരു വേർഡിന്റെ അർത്ഥം തന്നെ ശൂന്യത. നമ്മുടെ ശൂന്യത എന്നൊരു സംസ്കൃത പദത്തിൽ നിന്നാണ് ശൂന്യ എന്ന വേർഡ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം ശൂന്യ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മള് സീറോയ്ക്ക് നമ്മൾ പറയാറുണ്ട് ശൂന്യം ആണെന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു നത്തിങ്നെസ്സിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു എംപ്റ്റിനെസ്സിനെയാണ് നമ്മൾ എപ്പോഴും എന്താണ് ശൂന്യം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ് ആ ഒരു എംപ്റ്റിനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമ്മൾ ശൂന്യയിൽ ചെയ്യുന്നത് നമുക്കറിയാം. നമുക്ക് DXനെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളുടെ ആ ഒരു ഹെൽത്തിന് വേണ്ടിയിട്ട്, കാരണം നമുക്കൊരു ഹെൽത്തി ബോഡി ആവശ്യമുണ്ട് അല്ലേ. അപ്പൊ ആ ബോഡിക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ DXന്റെ നമ്മൾ പ്രോഡക്റ്റ് വഴി നമുക്ക് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ നമ്മളുടെ ആ ഒരു ബോഡിയിൽ എന്താണ് ആ ഒരു ഡീടോക്സ്, നമ്മൾ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്താണ് നമ്മൾ സംഭവിക്കുന്നത്? ആ ഒരു ഡീടോക്സിഫിക്കേഷൻ പ്രോസസ് നമ്മൾ നടക്കുന്നുണ്ട് അല്ലെ. സത്യം പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ബോഡി പാർട്സിനെ എന്താണ് ഒന്നും കൂടെ ഒന്ന് ആ ഒരു ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മളുടെ ശരീരം ഓക്കെ ആയിട്ടുണ്ട്, പക്ഷെ നമ്മളുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്ന പറഞ്ഞിട്ടൊരു പ്രയോജനം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ് ഒരിക്കലും ഇല്ല അല്ലെ. കാരണം എന്താണ് നമുക്ക് ആദ്യം വേണം, കാരണം നമ്മുടെ ഈ മനസ്സും ശരീരവും എന്താണ് അതിനെ നമുക്ക് ഒരിക്കലും രണ്ട് തരത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ പോലും എന്താണ് ഒരു ആരോഗ്യമില്ലാത്ത മനസ്സില്ലെങ്കിൽ, ആ ഒരു മെന്റൽ ഹെൽത്ത് ഇല്ലെങ്കിൽ എന്താണ് അവിടെ ഒരാൾക്ക് സക്സസ് ആവാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എന്താണ് ഒരിക്കലും പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ DXN ആ ഒരു നമ്മളെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മനസ്സിലാക്കേണ്ട ശൂന്യ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒഴിവാക്കി നിർത്തുമ്പോഴും നമ്മളത് മനസ്സിലാക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, കാരണം ഇപ്പോഴത്തെ ഈ ഒരു എന്താണ് ഈ ഒരു തലമുറ മാത്രമല്ല, ഈ ഇപ്പൊ കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്കറിയാം നമ്മൾ കൂടുതൽ എന്താണ് ഒരു സ്ക്രീൻ ടൈം നമ്മൾ ടൈം യൂസ് ചെയ്യുന്നവരാണ് അല്ലെ. അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ പഠനങ്ങളൊക്കെ ഇപ്പൊ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എത്രയും തവണ ഈ ഒരു സ്ക്രീനിൽ അല്ലെങ്കിൽ നമ്മളുടെ ഫോണില്, നമ്മളുടെ TV-യില്, ലാപ്ടോപ്പിൽ നമ്മൾ എത്ര സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നോ അത്രയും മെന്റൽ സ്ട്രെസ് നമുക്ക് എന്താണ് നമ്മളിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഓർമ്മ നിൽക്കാത്ത അവസ്ഥ, ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ എന്താണ് ഈ പ്രോസസ്സ് വഴി നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ശൂന്യം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാല് നമ്മളെ ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഡോക്ടർ എപ്പോഴും പറയാറുണ്ട് ശൂന്യം എന്ന് പറയുമ്പോൾ എന്താണ് ഒരു മൊബൈൽ റീസെറ്റ് ചെയ്യുന്നത് നമ്മളുടെ. കാരണം നമുക്കറിയാം ഡെയിലി നമുക്കുള്ള ടെൻഷൻ കാര്യങ്ങള് എന്താണ് ഇപ്പൊ DXNകാർക്കാണെങ്കിൽ എന്താണ് പ്രോഡക്റ്റ് ഷോർട്ടേജ് വരുന്ന മെമ്പേഴ്സിനെ PV ചെയ്യണം, ഇല്ലെങ്കിൽ എന്താണ് ഞാൻ ക്വാളിഫൈഡ് ആവുന്നുണ്ടോ, ഇന്ന PV അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അടുത്ത സ്റ്റാറ്റസ് മാറാൻ നമുക്ക് ഭയങ്കര ടെൻഷനാണ് അല്ലേ. അപ്പൊ ഇതെല്ലാം സമയത്ത്
നടന്ന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ, നമുക്ക് അല്ലെങ്കിൽ കാർ ഉണ്ടെങ്കിൽ അതിന്റെ EMI, ഇങ്ങനെ പല പല കാര്യങ്ങൾ, അല്ലെങ്കിൽ വീടിന്റെ EMI, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സ്ട്രെസ് കാണും അല്ലേ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ എന്താണ്, സ്വാഭാവികമായിട്ട് നമുക്ക് ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ അവരിൽ നിന്നും ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള എന്താണ് അനുഭവങ്ങൾ ഉണ്ടാവാം. അപ്പൊ ഈ സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ മെന്റലി നമ്മൾ കുറെ ഒരു താഴ്ന്ന ലെവലിലോട്ട് നമ്മൾ പോവാറുണ്ട് അല്ലെ. അപ്പോൾ നമ്മളെ ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കുക. ഓക്കെ. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഒരു ഗുണം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും എന്താണ് ബാക്കിയുള്ളവരെ റീസെറ്റ് ചെയ്യാൻ പോകും അല്ലെ. എന്താണ്, നമ്മളെപ്പോഴും അവരങ്ങനെ ചെയ്തു, അവരിങ്ങനെ ചെയ്തു, അവരെ സ്വഭാവം അത്ര ശരിയല്ല, നമ്മൾ ഈ തരത്തില് പലപ്പോഴും മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്ന ഒരു സ്വഭാവത്തിലോട്ടാണ്, പ്രത്യേകിച്ച് മലയാളികൾക്ക് ആ ഒരു സ്വഭാവം വളരെ കൂടുതലാണ് അല്ലെ. അപ്പൊ നമ്മള് ശൂന്യയില് പക്ഷേ എന്താണ്, ശൂന്യയില് നമ്മൾ പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ഒബ്സർവ് ചെയ്യാനാ പറയുന്നത്. ഓക്കെ, ലുക്കിംഗ് ഇൻ ടു യുവർ സെൽഫ്, നമ്മൾ നമ്മളിലോട്ട് തന്നെ നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താണ്, ബാക്കിയുള്ളവരൊക്കെ വളരെ പാവങ്ങളാണ്, നമ്മളാണ് ഇച്ചിരി മോശക്കാരൻ, നമുക്ക് നമ്മളെ ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാവും അല്ലെ. അപ്പൊ ഈ ഒരു ശൂന്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ എന്താണ് റീസെറ്റ് ചെയ്യണം. കാരണം നമുക്ക് ഇപ്പം നമ്മൾ ഇത്രയോ വർഷങ്ങളായിട്ട്, നമ്മൾ ജനിച്ചു കഴിഞ്ഞ് ഇത്രയും വർഷങ്ങളിലായിട്ട് നമ്മളിൽ പല സംഭവങ്ങൾ, ചിലർക്ക് ട്രോമാസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഈ സ്റ്റേജിലൂടെ എല്ലാം നമ്മൾ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഒത്തിരി പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള ഒത്തിരി സംഭവങ്ങൾ നമ്മളെ ബാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സേവ് ചെയ്ത് അല്ലെ നമ്മൾ തലച്ചോട്ട് ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ പുതിയൊരു ഐഡിയ നമ്മളിലോട്ട്, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് നമ്മളിലോട്ട് വരണമെങ്കിൽ ഈ പഴയ കാര്യങ്ങൾ എന്താണ്, വേണ്ടാത്ത കാര്യങ്ങൾ, വേണ്ടുന്ന കാര്യങ്ങൾ അവിടെ ഇരുന്നോട്ടെ, പക്ഷെ വേണ്ടാത്ത കാര്യങ്ങൾ എന്താണ് നമുക്കതിൽ നിന്ന് കുറച്ച് റിമൂവ് ചെയ്ത് കളയേണ്ട കാര്യമുണ്ട് അല്ലെ. അപ്പോ എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, നമ്മൾ ശൂന്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളിൽ ഈ ഒരു എന്താണ് നമ്മളിലുള്ള വേണ്ടാത്ത ചിന്തകൾ, അല്ലെങ്കിൽ നമ്മളെ തന്നെ എന്താണ് ഒന്ന് തേച്ച് മിനുക്കി ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആക്കുക. ഓക്കെ, നമുക്കിപ്പോഴും അറിയാം, നമ്മളിപ്പം DXനിലാണെങ്കിൽ പോലും നമ്മളെപ്പോഴും ഒരു മോട്ടിവേഷൻ ലീഡേഴ്സ്, ഓക്കെ, നമ്മളെല്ലാവരും എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ലീഡേഴ്സ് ആണെങ്കിൽ നമ്മൾ ആ ഒരു ബിസിനസ്സിൽ എന്താണ് ആ ഒരു മോട്ടിവേഷൻ സംഭവം വേണം അല്ലെ. ആ ഒരു എനർജറ്റിക് ആയിട്ട് ആ ഒരു മീറ്റിംഗ് എടുത്താലേ എന്താണ് കേൾക്കുന്നവർക്കാണെങ്കിൽ ആ ഒരു എനർജി കിട്ടത്തുള്ളൂ. പക്ഷെ നമ്മളുടെ ഈ ഒരു മോട്ടിവേഷൻ, നമ്മളെപ്പോഴും ഈ മോട്ടിവേഷനും ആ ഒരു മെഡിറ്റേഷനും തമ്മിലൊരു വ്യത്യാസം നോക്കുവാണെങ്കിൽ, നമുക്കറിയാം നമ്മൾ മോട്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു നമ്മളുടെ ഫോൺ അറിയാലോ, അപ്പൊ ഫോൺ നമ്മൾ എന്താണ് ഫുള്ളി ചാർജ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഫോണൊക്കെ ചാർജ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യാൻ പോകണം. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ, നമ്മളത് യൂസ് ചെയ്ത് വരുമ്പോൾ എന്താണ് അതിന്റെ ആ ചാർജ് എന്താണ് ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കും. അപ്പൊ നമ്മൾ എന്താണ് വീണ്ടും എന്താണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്താണ് ചാർജ് ചെയ്തെങ്കിൽ മാത്രമേ ആ ചാർജ് അതേപോലെ നമുക്ക് പിന്നെ ആ ഒരു ഫുള്ളി ചാർജ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെ. പക്ഷെ നമ്മൾ ആ ഒരു മെഡിറ്റേഷനിൽ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ, കാരണം എപ്പോഴും എന്താണ് മോട്ടിവേഷന് നമുക്കൊരു ഔട്ട്സൈഡ് ഫോഴ്സ് എപ്പോഴും വേണം. നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. ഓക്കെ, അപ്പൊ അത് കേൾക്കുമ്പോൾ എന്താണ് ശരിയാണ്, നമുക്ക് ചെയ്യണം. പക്ഷെ അവിടെ ഒരു കുഴപ്പം സംഭവിക്കുന്നത് പറയുമ്പോൾ, നമ്മൾ എന്താണ് ഈ ഒരു മോട്ടിവേഷൻ സമയത്ത് അവരങ്ങനെ പറഞ്ഞപ്പോ നമുക്ക് ഇങ്ങനെ കിട്ടും, നമ്മൾ ഭയങ്കരമായിട്ട് എന്താണ് എക്സ്പെക്ട് ചെയ്യും. ഓക്കെ, കാരണം ഇതൊക്കെ നമ്മളുടെ ഒരു അനുഭവത്തിൽ ഞാനും കണ്ടിട്ടുള്ള സംഭവമാണ്. നമ്മൾ DXന് വരുമ്പോ എന്താണ്, അത് കിട്ടും, ഇത് കിട്ടും, എനിക്ക് ഇപ്പൊ തന്നെ എന്താണ് ഇത്രയും പൈസ കിട്ടും അല്ലെ, ആ ഒരു രീതിയിൽ എന്താണ് നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, പക്ഷെ അല്ലെങ്കിൽ ആ ഒരു മീറ്റിംഗ് കേട്ട് നമ്മൾ അതിലോട്ട് വരുമ്പോൾ നമുക്ക് എന്താണ് തീർച്ചയായിട്ടും എല്ലാവർക്കും എന്താണ് ഒരേപോലത്തെ കഴിവുകൾ, ഒരേപോലത്തെ കോണ്ടാക്റ്റ് ഉള്ള ആളുകളല്ല. ചിലർക്ക് എന്താണ് ആ പെട്ടെന്ന് തന്നെ ആ ഒരു ബൂസ്റ്റ് ചെയ്ത എനർജിയിൽ എന്താണ് അവർ ആ ഒരു രീതിയിൽ പോകുമ്പോൾ പെട്ടെന്ന് ആ ഒരു സക്സസ് ഉണ്ടാവും. പക്ഷെ ചില ആളുകൾക്ക് എന്താണ് അവർക്ക് തുടക്കത്തിൽ കുറച്ച് സ്ട്രഗിളിങ് വരും അല്ലെ. തീർച്ചയായിട്ടും എന്താണ് പുതിയൊരു സംഭവമാണ്, അതുകൊണ്ട് പുതിയ ആളുകളുടെ അടുത്ത് ചെല്ലുമ്പോൾ എന്താണ് അവരത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പൊ എന്താണ് നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ ഈ ഒരു മോട്ടിവേഷൻ ക്ലാസ് എല്ലാം കേട്ടു, പക്ഷെ നമുക്ക് ചെയ്യാൻ പോയപ്പോൾ നമ്മൾ ആ എക്സ്പെക്ട് ചെയ്ത നമ്മളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് എന്താണ് നമുക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല. ആ ഒരു ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ, പക്ഷെ കുറച്ച് മെന്റൽ ഹെൽത്ത് ഉള്ള ആൾക്കാരെന്താണ് അവരത് ക്ഷമയോടുകൂടി അവർ മുന്നോട്ട് പോകും. പക്ഷെ ആ ഒരു ക്ഷമ ഇല്ലാത്തവരുണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് മെന്റലി കുറച്ച് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് എന്ത് സംഭവിക്കും, അവരെന്താണ് പറയുന്നത്, നിങ്ങളുടെ ലീഡർ ഇതാ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ അതനുസരിച്ച് ഇതാ ഇപ്പൊ ചെയ്യുന്നു, എനിക്ക് പൈസയും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല, ഈ DX എന്താണ് വളരെ മോശം ഒരു ബിസിനസ് ആണെന്നുള്ള രീതിയിൽ ആ ഒരു നെഗറ്റീവ് രീതിയിലോട്ട് എന്താണ് കാര്യങ്ങൾ പോകും അല്ലെ. അപ്പൊ നമ്മള് ഈ ഒരു ശൂന്യ എന്തുകൊണ്ടാണ് DXനിൽ ആവശ്യം വരുന്നതെന്ന് പറയുമ്പം, ഈ ഒരു മെന്റൽ ഹെൽത്തിന് നമുക്ക് ആ ഒരു എന്താണ് നമുക്ക് ആ ഒരു പേഷ്യൻസ്,
അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് ഈ ഒരു ടു മച്ച് എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ നമ്മൾ അമിതമായിട്ട് പ്രതീക്ഷ കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് അവിടെ വലിയൊരു നിരാശ വരുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് നിരാശ വരുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മൾ എല്ലാ കാര്യങ്ങളും അത് പിന്നെ നമുക്ക് നേരെ എന്താണ് അത് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ നമ്മൾ എന്താണ് ആ ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ നമ്മൾ അവിടെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, ഈ ഒരു മെന്റാലിറ്റി നമ്മൾ ഒഴിവാക്കിയിട്ട് കാരണം നമ്മൾ ശൂന്യയിൽ എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ് ഡു യുവർ ഡ്യൂട്ടി. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ഡ്യൂട്ടി ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്താണ് ഈ ഡ്യൂട്ടിക്കകത്ത് നമ്മൾ നമ്മളുടെ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഡ്യൂട്ടി ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് പല റോളുണ്ട് അല്ലേ? നമുക്കൊരു ഭാര്യ അല്ലെങ്കിൽ ഒരു മകള്, ഒരു എന്താണ് ഭർത്താവ്, അല്ലെങ്കിൽ ഒരു അച്ഛൻ, അങ്ങനെ പല പല റോളുകൾ. അതേപോലെ തന്നെ നമ്മളൊരു DXN ഡിസ്ട്രിബ്യൂട്ടർ, നമ്മൾ പല റോളുകൾ ഡീൽ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഈ എല്ലാ ഏരിയയിലും ഉള്ള ഉത്തരവാദിത്വം എന്താണ് അല്ലെങ്കിൽ നമ്മളെ ഡ്യൂട്ടി എന്നാണ് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു ഡ്യൂട്ടി, അപ്പൊ നമ്മളോട് തന്നെ ഡ്യൂട്ടി ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഒരു സെൽഫ് കെയർ അത് വരും. നമുക്ക് ആദ്യം നമുക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കേണ്ടത് ആരോടാണ്? നമ്മളോട് തന്നെയാണ് അല്ലെ? കാരണം നമ്മൾ ഈ ഒരു ബോഡി നമുക്ക് അതുകൊണ്ട് ബോഡി ആരോഗ്യമായിട്ട് തന്നെ സൂക്ഷിക്കണം. ആ ഒരു ബോഡി ഉള്ളത് കൊണ്ട് നമുക്ക് എന്താണ് കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ബിസിനസ് ആണെങ്കിൽ എന്തും ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് നമ്മളെ തന്നെ ആദ്യം ശരിയാക്കി എടുത്തേ പറ്റത്തുള്ളൂ. നമുക്കറിയാം, നമ്മളൊരു ഷോപ്പിൽ പോയി, ആ ഒരു ഷോപ്പിൽ പോയി നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ നമുക്കറിയാം ആ ഒരു ത്രാസിലോട്ട് എന്താണ് സാധനങ്ങൾ ആദ്യം വെക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഡിജിറ്റലായിട്ടുള്ള സംഭവം അതിൽ നമ്മൾ സാധനം വെക്കണമെങ്കിൽ എന്താണ് ആദ്യം അതിന്റെ ആ ഒരു വാല്യൂ 0 ആയിരിക്കണം അല്ലെ? ആ 0 എന്ന വാല്യൂവിൽ നിന്നാണ് നമ്മൾ സംഭവം മേടിക്കണമെങ്കിൽ, എന്തെങ്കിലും അതിനകത്തോട്ട് പുതിയതായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ എന്താണ് ആദ്യം അവിടെ 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? ആ 0യിൽ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് എത്ര ക്വാണ്ടിറ്റി നമ്മൾ അതിനകത്ത് വേണം, അല്ലെങ്കിൽ നമുക്ക് ആ ക്വാണ്ടിറ്റി മനസ്സിലാക്കി തരുന്നത് എന്താണ്? കാരണം അതിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ് 0 അല്ലെങ്കിൽ ആ ഒരു ശൂന്യാണ് അല്ലെ? അപ്പൊ നമ്മളും ഇതുപോലെ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മളുടെ ഒരു ജീവിതത്തിൽ ഇപ്പൊ ഒരു DXന്റെ മീറ്റിംഗ് നടക്കുകയാണ്, അതിന് പോവാണ്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തി, ഓക്കെ, എന്ത് ഡ്യൂട്ടി നമ്മൾ ചെയ്യുന്നതിന് മുന്നേയും, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു രാവിലത്തെ ഒരു സമയം നമ്മളൊരു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മളും എന്താണ് ഈ ഒരു എംറ്റിനെസ്സിലോട്ട് പോവുക. കാരണം നമുക്കറിയാം നമ്മൾ രാത്രി കിടക്കുമ്പോഴാണെങ്കിലും നമ്മളിപ്പോ ഈ ഒരു രാവിലെ സമയം നമ്മൾ എന്താണ് നമ്മളുടെ ഒരു നമുക്കറിയാം ഓരോ മോർണിംഗും എന്താണ് പുതിയൊരു ലൈഫിന്റെ സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ ഇപ്പോഴും പറയാറുണ്ട് അല്ലെ? കാരണം നമ്മൾ ഇന്നലെ കിടന്നുറങ്ങി ജീവനോട് എത്ര പേര് രാവിലെ എണ്ണീക്കും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മളുടെ ഈ ഒരു ആ ഒരു ബിഗിനിങ് തുടങ്ങുന്ന സമയത്ത് എന്താണ് നമ്മൾ ഈ ഒരു മെഡിറ്റേഷൻ, നമ്മളെ ശൂന്യത എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള മെഡിറ്റേഷൻ ടെക്നിക്കാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ ധ്യാനം എന്ന് പറയുന്ന സംഭവം എന്താണ് അത് നമ്മളുടെ ഈ ഒരു ഇന്ത്യയിൽ നിന്നും, നമുക്കറിയാം ഇന്ത്യയുടെ ഒരു പഴയ കൾച്ചർ എന്ന് പറയുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെ. അപ്പൊ അതിൽ നിന്നും പോയ ആ ഒരു ധ്യാനം വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ എന്താണ് നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ട് DXന്റെ പ്രോഡക്റ്റ് തന്നു. അപ്പൊ അതേപോലെ തന്നെ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് എന്ത് നമ്മളുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് നമുക്ക് എന്താണ് ഈ ഒരു ശൂന്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നിട്ടുള്ളത് അല്ലെ? അപ്പൊ നമുക്ക് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു നമ്മളുടെ മനസ്സിനെ എംപ്റ്റി ആക്കുക. കാരണം പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളിലോട്ട് വരുന്നുണ്ട്, പുതിയ പ്രോഡക്റ്റ് വരുന്നുണ്ട്, പുതിയ ബിസിനസ് പ്ലാൻ വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മളുടെ തലയ്ക്കകത്തോട്ട് കയറണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഭയങ്കര സ്ട്രെസ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ വേറെ സ്ഥലത്താണെന്നെങ്കിൽ ഇതൊന്നും നമ്മുടെ തലയിൽ കയറത്തില്ല അല്ലെ? അല്ലെങ്കിൽ എന്താണ് നമ്മൾ പാതി വഴിക്ക് കേൾക്കും, പിന്നെ നമുക്ക് ഡൗട്ടാണ് അത് എങ്ങനെയായിരുന്നു നമുക്ക്. കാരണം എന്താണ് നമുക്ക് ഫുള്ളി കൺഫ്യൂഷൻ ആണ്. നമ്മൾ ഇതിലൊന്നും എന്താണ് ഫോക്കസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല അല്ലെ? ആ ഫോക്കസ് ഓഫ് മൈൻഡ് നമുക്ക് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ, അതേപോലെ തന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും 100% അത് ആത്മാർത്ഥമായിട്ട് നമുക്ക് ആ ഒരു ഫുള്ളി ഡെഡിക്കേഷനോട് കൂടി, പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷെ നമ്മൾ എന്താണ് അമിതമായിട്ടൊരു പ്രതീക്ഷ കൊടുക്കാതെ നമ്മൾ നമ്മുടെ ആ ഒരു ഡ്യൂട്ടി അങ്ങനെ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ഇച്ചിരി ചിലപ്പം ആദ്യം സ്ട്രഗിളിങ് വന്നാൽ പോലും നമുക്ക് എന്താണ് നല്ലൊരു എന്താണ് നമ്മളത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് നമുക്ക് അതിൽ നിന്ന് നല്ലൊരു DXനിൽ കൂടെ ആണെങ്കിൽ വരുമാനം, അല്ലെങ്കിൽ ഏത് മേഖലയാണെങ്കിലും അവിടെ നിന്ന് നല്ലൊരു റിസൾട്ട് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ, അല്ലെങ്കിൽ നമ്മളിലുള്ള ഈ പഴയ സംഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡിനെ ഡീടോക്സിഫൈ ചെയ്യുന്ന ഒരു ചെറിയൊരു മെഡിറ്റേഷൻ ടെക്നിക്കാണ് നമ്മളുടെ ശൂന്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ശൂന്യ എന്ന് പറയുന്നത് ഈ വളരെ ചെറിയൊരു മെഡിറ്റേഷൻ ടെക്നിക്കാണ്.
അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ശൂന്യം ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമുക്ക് എന്താണ്, നമ്മളെ തന്നെ ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ ഒരു മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഡോക്ടർ തന്നിട്ടുള്ള ഏറ്റവും വിലപ്പെട്ട, കാരണം ഇപ്പോഴത്തെ ഈ ഒരു കാലത്ത് മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ എത്ര രൂപ വേണേലും ചെലവാക്കും. നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, നമുക്ക് പല പല ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഇപ്പൊ പല സ്വാമിമാരും അല്ലെങ്കിൽ പല എന്താണ് ഓർഗനൈസേഷൻസും ഇതേപോലെ എന്താണ് മെഡിറ്റേഷൻ, ധ്യാനം എന്ന് പറയുന്ന സംഭവം ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അവരൊക്കെ ചാർജ് ചെയ്യുന്ന ഫീസ് നമ്മളും കാണുന്നുണ്ട്. അപ്പൊ അത് ചാർജ് ചെയ്ത് അതിൽ വരാൻ വേണ്ടി എന്താണ് ലക്ഷക്കണക്കിന് ആളുകളാണ് അത്രയും ഫീസ് കൊടുത്ത് അതിന്റെ പുറകെ പോകുന്നത് അല്ലേ. പക്ഷെ നമ്മൾ എന്താണ് ഇവിടെ ഫ്രീ ആയിട്ടാണ് ആ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഫ്രീ ആയിട്ട് കിട്ടുന്നോണ്ടാണെന്ന് തോന്നുന്നു അധികം വിലയില്ലാത്ത. നമുക്കറിയാം ആളുകൾക്ക് പൊതുവെ ഒരു ചിന്തയുണ്ട്, എന്താണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിനൊക്കെ വലിയ ക്വാളിറ്റി ഒന്നും കാണത്തില്ല, ഈ ഒരു ചിന്താഗതി ഉള്ള ആളുകളാണ് അല്ലെ. പക്ഷെ നമ്മൾ എന്താണ്, നമ്മൾ നമ്മുടെ ആ ഒരു DXN ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നന്നാവണം. കാരണം ആളുകൾ നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് എന്താണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ. നമ്മളുടെ ഈ ഒരു ബിസിനസ് എന്താണ് തെറ്റായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ആളുകളിലാണ് എത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മളുടെ ബിസിനസ് അതേപോലെ തന്നെ താഴ്ത്തു പോകും. പക്ഷെ നമുക്ക് എല്ലാവരെയും ഒരേപോലെ കണ്ട് നല്ലപോലെ മുന്നോട്ട് പോകണം. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ നമുക്ക് ഈ ഒരു ശൂന്യ എന്നുള്ള ഒരു സംഭവം നമുക്ക് തന്നത് അല്ലെ. നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യണം. നമ്മൾ ബാക്കിയുള്ളവരെയല്ല കറക്റ്റ് ചെയ്യണ്ടേ, നമ്മൾ എന്താണ് നമ്മളെ തന്നെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. അതിനാ ഡോക്ടറിന് സെൽഫ് ട്രാൻസ്ഫോർമേഷൻ. ആ ഒരു സെൽഫ് ട്രാൻസ്ഫോർമേഷൻ വഴി മാത്രമേ നമുക്ക് എന്താണ് നമ്മളുടെ ഒരു സൊസൈറ്റിയെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കൂ. അപ്പം നമുക്ക് നമ്മളിലൊരു മാറ്റം വേണോ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കുന്നവർ മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു ശൂന്യ എന്നുള്ള സംഭവം പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അതിന്റെ ഒരു പ്രാക്ടീസിന്റെ കാര്യം നമുക്ക് നമ്മുടെ മനോജ് സാർ നമുക്കത് നമുക്ക് ആ ഒരു സെഷനോട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ മനോജ് സാറിനോട് അത് നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ശൂന്യ എന്ന് പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഇതിന്റെ ഇനി ബാക്കി നമ്മൾ ഇത് പാലിക്കേണ്ട പഞ്ചശീലകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന് മുന്നേ നമുക്ക് ഈ ഒരു പ്രാക്ടീസ് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. അതായിരിക്കും നമുക്ക് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആ ഒരു ഫുൾ ആ ഒരു നമ്മൾ തിയറി മാത്രം പോയാൽ നമുക്കൊരു ബോറിംഗ് ആയിട്ട് വരും. മനോജ് സാർ, ഞാൻ മനോജ് സാറിനെയും കൂടെ ഇൻവൈറ്റ് ചെയ്യുവാണ്. ഓക്കെ ഓക്കെ ശരണ മാം. അപ്പൊ നമുക്ക് അങ്ങനെയെങ്കിൽ ശൂന്യയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് പോലെ നമുക്കൊന്ന് എന്താണ് നമുക്ക് സ്റ്റാൻഡിങ്ങിലുള്ളൊരു 3 എന്താ പറയാ, നമ്മുടെ ശൂന്യ ചെയ്യുന്നതിന് മുന്നേ ഡോക്ടറിൽ പഠിപ്പിക്കുന്ന ഒരു 3 എന്താ പറയാ എക്സസൈസ് ഉണ്ട്. അത് നിന്നുകൊണ്ട് 3 എക്സസൈസും ഇരുന്നു കൊണ്ട് 3 എക്സസൈസും. അപ്പൊ ഈ നിന്നുകൊണ്ട് 3 എക്സസൈസ് കഴിയുമ്പോൾ നിന്നുകൊണ്ട് ഒരു ശൂന്യ, ഒരു മെഡിറ്റേഷൻ ഉണ്ട്. ദെൻ ഇരുന്നു കൊണ്ട് 3 നമ്മളുടെ എക്സസൈസ് കഴിയുമ്പോൾ ഇരുന്നു കൊണ്ട് ശൂന്യുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മാഡം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാം അല്ലെ. അപ്പൊ ഇതില് ഒരു പരിമിതി ഉണ്ട്. അതായത് നമ്മൾ ഓൺലൈനിൽ ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റൂല. എന്നാലും കണ്ടുകൊണ്ട് ഞാൻ പറയുമ്പോൾ ശ്രദ്ധിച്ചെന്ന് കേട്ടാൽ മതി. അപ്പൊ അത് മാഡം പറയും, ഞാൻ എന്താ ചെയ്യാൻ പോണത് പറയും. അപ്പൊ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്രയും കൗണ്ട് ചെയ്യാൻ പറ്റില്ല. എന്നാലും അതിന്റെ ഒരു സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. ദെൻ ഫിസിക്കലായിട്ട് നമുക്കത് താല്പര്യമുള്ളവർക്ക് നേരിട്ട് നമ്മളുടെ DXN ഓഫീസിലോ എവിടെയാണോ എന്ന് വെച്ചാൽ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഒരു ശൂന്യ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എക്സസൈസ് ഉണ്ട്. നമുക്കറിയാം നമ്മളിപ്പം നമ്മൾ ജിമ്മിൽ പോവുകയാണെങ്കിൽ പോലും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാറുണ്ട് അല്ലെ. നമ്മൾ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നമ്മളുടെ ബോഡി ഒന്ന് പ്രിപ്പയർ ചെയ്യണം. ഇപ്പൊ നമ്മൾ രാവിലെ എണീച്ചിട്ടാണെങ്കിൽ എല്ലാവരും കോട്ടുമൊക്കെ വിട്ട് ഭയങ്കര ആ ഒരു ക്ഷീണത്തിലുള്ള അവസ്ഥയിലിരിക്കുകയാണ്. അപ്പൊ നമ്മളെ അതിൽ നിന്നൊക്കെ മാറ്റി നമ്മൾ റിഫ്രഷ് ആവണമെങ്കിൽ നമ്മൾ കുറച്ച് എക്സസൈസ് ചെയ്യണം. അപ്പൊ ആ എക്സസൈസ് ചെയ്ത് നമ്മൾ എന്താണ് നമ്മളുടെ ബോഡി ആണെങ്കിലും മൈൻഡിനെ ആണെങ്കിലും ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്നത്. അപ്പൊ ശൂന്യ തന്നെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രീ ശൂന്യ എക്സസൈസ്, അതേപോലെ തന്നെ നമ്മുടെ ശൂന്യ മെഡിറ്റേഷൻ, പിന്നെ പോസ്റ്റ് ശൂന്യ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഈ പ്രീ ശൂന്യ എക്സസൈസിൽ വരുന്ന നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ശൂന്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ഇപ്പം നമ്മുടെ മനോജ് സാർ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ സാറ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഒരിക്കലും എന്താണ് ആ ഒരു വെറും നിലത്ത് നമ്മൾ ഒരിക്കലും നിൽക്കാൻ പാടില്ല. എന്തെങ്കിലും ഒരു മാറ്റോ യോഗ മാറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളുടെ ഈ ഡയറക്റ്റ് കോണ്ടാക്ട് എന്താണ് നമ്മുടെ ഈ തറയായിട്ട് വരാത്ത രീതിയിൽ ആയിരിക്കണം നമ്മൾ ആ ഒരു സംഭവത്തിലായിരിക്കണം നമ്മൾ നിൽക്കേണ്ടത്. ഓക്കെ, നമ്മൾ വെറും തറയിൽ നിൽക്കാൻ പാടില്ല. അതേപോലെ തന്നെ സാർ ആ നിൽക്കുന്ന ആ ഒരു പൊസിഷൻ നമ്മളുടെ ഒരു പ്രീശൂന്യ എക്സസൈസിന്റെ
ആ ഒരു പൊസിഷൻ എന്ന് പറയുമ്പോൾ എല്ലാം സെയിം ആണ്. അതായത് നമ്മളുടെ ഈ രണ്ട് കാൽപ്പത്തി എന്താണ് ഈ നേരെ നേരെ നിൽക്കണം, സ്ട്രെയിറ്റ് ആയിട്ടുള്ള പൊസിഷൻ ആയിരിക്കണം. അതേപോലെ തന്നെ കാലുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ തോളിന്റെ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, തോളിന്റെ ഡിസ്റ്റൻസിലായിരിക്കണം ഈ കാല് തമ്മിലുള്ള ഡിസ്റ്റൻസ് വരും. ചിലർ കാല് ഒത്തിരി നീട്ടി നമ്മളിപ്പോ ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ കാല് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മളുടെ തോളിന്റെ ആ ഒരു അകലമായിരിക്കണം കാലുകൾ തമ്മിലുള്ള അകലം. അതേപോലെ തന്നെ നമ്മളുടെ ആ ഒരു മുട്ട് ആ കാൽപാദത്തിന്റെ ലെവലിൽ മാത്രം, ഒത്തിരി മുന്നോട്ട് പോകരുത്, ആ ലെവലിൽ മാത്രം ചെറുതായിട്ടൊന്ന് മടക്കുക, ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് നിൽക്കുക. ഓക്കെ, കണ്ടോ മനോജ് സാർ ചെയ്യുന്നുണ്ടോ? നമ്മൾ ആ ഒരു കാലിന് ഈ ചെറിയ രീതിയിൽ കണ്ടോ, ഇത്തരം വളരെ ചെറുതായിട്ട് മതി. നമുക്ക് നമ്മളുടെ ഒരു ശൂന്യത പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങളെ ഒന്നിനും എന്താണ് നിങ്ങളത് കൂടുതൽ സ്ട്രെസ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ എഫേർട്ട് എടുത്ത് ചെയ്യണമെന്ന് ഒരിക്കലും പറയില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസും മെഡിറ്റേഷൻ ടെക്നിക്കുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പൊസിഷൻ നമ്മളിപ്പോ മനോജ് സാർ കാണിച്ചു തന്ന ഒരു കാലിന്റെ പൊസിഷൻ നമുക്ക് വീട്ടമ്മമാർക്കും ഇത് വീട്ടിൽ ഉപയോഗിക്കാം. കാരണം നമ്മൾ കിച്ചണിലൊക്കെ ഒത്തിരി സമയം നിൽക്കുവാണെങ്കിൽ ആ കാലിന് ആ ഒരു കഴപ്പ് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു രീതി ഈ ഒരു പൊസിഷനിൽ നിന്ന് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൂടെ കൂടുതൽ നിൽക്കാൻ സാധിക്കും എന്ന് നമ്മൾ സ്വയം പരീക്ഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനോജ് സാർ ചെയ്യുന്ന പോലെ ആ ഒരു പൊസിഷൻ നമ്മൾ അങ്ങനെ നിർത്തിക്കൊണ്ട് എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഹാൻഡ് സ്വിങ്ങിങ്. ഓക്കെ, അപ്പൊ മനോജ് സാർ ഹാൻഡ് സ്വിങ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ കൈകൾ ആട്ടുവാണ്. നമ്മളൊരു ഊഞ്ഞാൽ എങ്ങനെയാണോ സ്വിങ് ചെയ്യുന്നത് അതേപോലെ തന്നെ എന്താണ് കൈകൾ ഇങ്ങനെ ആട്ടുകയാണ്. ഓക്കെ, മനോജ് സാർ ഒന്ന് ചരിഞ്ഞൊന്നുകൂടെ കാണിച്ചു കൊടുക്കട്ടെ. നമ്മൾ ഈ ഒരു ഹാൻഡ് സ്വിങ്ങിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും നമ്മൾ ഈ ഷോൾഡറിനാണെങ്കിലും ഈ ഒരു കൈക്കാണെങ്കിലും നമ്മൾ ബലം കൊടുത്ത് ചെയ്യാൻ പാടില്ല. മനോജ് സാർ നല്ല ഫ്രീ ആയിട്ടല്ലേ ചെയ്യുന്നത്. മനോജ് സാറിന് എന്തെങ്കിലും സ്ട്രെസ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്റ്റിഫ്നെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല അല്ലെ? നമ്മൾ ആ ഒരു കൈ എന്താണ് മാക്സിമം മുന്നോട്ടും പുറകോട്ടും ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ എന്താണ് മനോജ് സാർ ഇങ്ങനെ ഇവിടെ ഊഞ്ഞാലാട്ടുന്നത്. പക്ഷെ ഈ ഒരു ഹാൻഡ് സ്വിങ്ങിങ് എന്ന് പറയുന്ന എക്സസൈസ് വളരെ സിമ്പിൾ ആണെങ്കിൽ പോലും നമ്മൾ എന്താണ് ജാവ സിമ്പിൾ ആണെങ്കിലും പക്ഷെ അത് പവർഫുൾ ആണെന്ന് പറയുന്ന പോലെ. കാരണം ഈ ഹാൻഡ് സ്വിങ്ങിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ഈ രണ്ട് കൈകളും ഇങ്ങനെ സ്വിങ് ചെയ്ത സമയത്ത് നമ്മുടെ എല്ലാ ഇന്റേണൽ ഓർഗൻസും ആക്ടിവേറ്റ് ആവും. അപ്പൊ അതെന്ന് വെച്ചാൽ നമ്മളുടെ ഫുൾ ബോഡി ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ എല്ലാ ബോഡിയിലും എന്താണ് നല്ല രീതിയിൽ വരും. നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീച്ച് വന്നു നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ നമുക്കറിയാം. ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ കൈക്കൊക്കെ ചില സമയത്ത് എന്താണ് ഒരു വിങ്ങൽ പോലെ ഫീൽ ചെയ്യും. കാരണം എന്താണ് ആ ഒരു സർക്കുലേഷൻ നമുക്ക് കറക്റ്റ് ആവുന്നതിന്റെ ആ ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഈ ഹാൻഡ് സ്വിങ്ങിങ് ചെയ്യുമ്പോൾ അത് എനിക്ക് പേഴ്സണലായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത് നമ്മൾ മിനിമം 100 തവണയാണ് നമ്മൾ ഹാൻഡ് സ്വിങ്ങിങ് ചെയ്യേണ്ടത്. ഈ ഹാൻഡ് സ്വിങ്ങിങ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ ഇപ്പം ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ നല്ലതായിട്ട് നടക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതേപോലെ തന്നെ അതിൽ നിന്ന് തന്നെ എൻ്റെ അമ്മയ്ക്ക് ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അമ്മയ്ക്ക് ഒരു ഒരു മുഴയുണ്ടായിരുന്നു. അത് ഈ ഫാറ്റ് എക്സസൈസ് അടിഞ്ഞുകൂടി ഉണ്ടായതാണ്. അപ്പൊ ഹോസ്പിറ്റലിലൊക്കെ അത് റിമൂവ് ചെയ്യണമെന്ന് ഓപ്പറേഷൻ ചെയ്ത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ഈ ഒരു ഹാൻഡ് സ്വിങ്ങിങ് ചെയ്തു. അത് എന്താണ് ഒരു 500 തൊട്ട് 1000 ആ ഒരു റേഞ്ചിൽ ചെയ്ത സമയത്ത് എന്താണ് ഒരാഴ്ച കൊണ്ട് പൂർണ്ണമായിട്ടും എന്താണ് ആ ഒരു മുഴ അവിടുന്ന് പോകുന്ന ഒരവസ്ഥയുണ്ടായി. ഓക്കെ, കാരണം അത്രയ്ക്കും എന്താണ് നമ്മളുടെ ആ ഒരു ബോഡിയിലെ എക്സസ് ആയിട്ട് ഫാറ്റ് ഉണ്ടെങ്കിൽ നമുക്കറിയാം അത്യാവശ്യം എല്ലാവർക്കും ആ ഒരു സംഭവം ഇപ്പോഴത്തെ തലമുറയിൽ എന്താണ് ആ ഒരു അമിതവണ്ണം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഈ ഒരു ഹാൻഡ് സ്വിങ്ങിങ് ചെയ്യുന്നത് വഴി അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാ സെൽസിലും ബ്ലഡ് എത്തും. നമുക്കറിയാം ആ ഒരു ബ്ലഡ് ഒന്നും എത്താതിരിക്കുന്ന സമയത്താണ് എന്താണ് അവിടെ ഡെഡ് സെൽസ് വരുന്നത്. നമുക്ക് പല പ്രശ്നങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് ആ ഒരു ഡെഡ് സെൽസ് ഉള്ളത് കൊണ്ടാണ് അല്ലെ? അപ്പൊ നമ്മൾ ഈ ഹാൻഡ് സ്വിങ്ങിങ് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു ഫുൾ സെൽസിലും എന്താണ് ആ ഒരു ബ്ലഡിന്റെ ആ ഒരു സർക്കുലേഷൻ എല്ലായിടത്തും ശരീരത്തിന്റെ എല്ലായിടത്തും ബ്ലഡ് സർക്കുലേഷൻ വരുന്നു. അങ്ങനെ നമ്മളുടെ എല്ലാ ഇന്റേണൽ ഓർഗൻസും ആക്ടിവേറ്റ് ആവുന്നു. ഓക്കെ, അപ്പൊ മിനിമം നമ്മൾ ചെയ്യേണ്ടത് 100 കൗണ്ട്സ് ആണ്. മാക്സിമം നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം, നമ്മളുടെ ആരോഗ്യം അനുസരിച്ച് ചെയ്യാം. പക്ഷെ നമ്മൾ മിനിമം എന്താണ് 100 തവണ ചെയ്യുക. അപ്പൊ ചെയ്ത് നിർത്തുമ്പോഴും ഇതേപോലെ തന്നെ പതുക്കെ എന്താണ് നമ്മുടെ ഊഞ്ഞാൽ എങ്ങനെയാണോ പതുക്കെ ആടി 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 നിൽക്കുന്നത് നമ്മൾ എല്ലാം സ്വാഭാവികമായിട്ട് ചെയ്യണം, നാച്ചുറലി ചെയ്യണം. നമ്മൾ പെട്ടെന്ന് പിടിച്ചു നിർത്തരുത്. കൈ സ്വാഭാവികമായിട്ട് എന്താണ് പതുക്കെ ഇങ്ങനെ നമ്മൾ സ്പീഡ് ചെയ്യുമ്പോൾ ആടി 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 വന്ന് നമ്മൾ തന്നെ നമ്മുടെ കൈയെ എന്താണ് അത് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് അത്ര ഒരു പേഷ്യൻസ് നമ്മൾ കാണിക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ എന്താണ് ചെയ്യുന്ന ഒരു എക്സസൈസ് ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പാണ് എന്താണ് നമ്മളുടെ ഹാൻഡ് സ്വിങ്ങിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഹാൻഡ് സ്വിങ്ങിങ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ?
എങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണത് ചെയ്യുന്നതുകൊണ്ട് ഗുണം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടോ എല്ലാവർക്കും? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ഓക്കെ, ഹാൻഡ് സ്വിങ്ങിങ് കഴിഞ്ഞിട്ട് അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഹാൻഡ് റേസിങ്. ഓക്കെ, അപ്പൊ ഹാൻഡ് റേസിംഗ് എന്ന് പറയുമ്പോൾ മനോജ് സാർ ഇപ്പൊ കൈ പിടിച്ചേക്കുന്ന പോലെ നമ്മൾ ഈ ഒരു രീതിയിൽ ആ ഒരു കൈ എന്ന് പറയുമ്പോൾ നമ്മുടെ പൊക്കിളിന്റെ പൊസിഷൻ ഉണ്ടല്ലോ, പൊക്കിളിന്റെ ആ ഒരു പൊസിഷനിലാണ് വെക്കേണ്ടത്. ഓക്കെ, കാരണം നമുക്കറിയാം പൊക്കിളിലാണ് നമ്മുടെ ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മൾ ഹാൻഡ് സ്വിങ്ങിങ് ചെയ്തപ്പോ നമ്മൾ ഫുൾ ബോഡി ആക്റ്റീവായി, അല്ലെങ്കിൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് എല്ലാം ആക്റ്റീവായിട്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, നമ്മുടെ ബോഡി ഒന്ന് ചൂട് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ആ ബോഡിയിലുള്ള ആ ഒരു എനർജി നമ്മൾ എന്താണ് ഫുള്ളായിട്ട് നമ്മൾ സർക്കുലേറ്റ് ചെയ്യുവാണ്. ആ ഇന്റേണൽ ആയിട്ടുള്ള ആ ഒരു ആക്റ്റീവ് സംഭവം നമ്മൾ ഫുൾ ബോഡിയിൽ നിന്നാണ് ഈ എനർജി നമ്മൾ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹാൻഡ് റേസിംഗ് എന്ന് പറയുന്ന സംഭവം ചെയ്യുന്നത്. അപ്പൊ ഹാൻഡ് റേസിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയുമ്പോൾ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ കൈകൾ എന്താണ് മുകളിലോട്ട് ഉയർത്തുക. മുകളിലോട്ട് ഉയർത്തുമ്പോൾ ഒരിക്കലും നമ്മൾ കാണുന്നുണ്ട് ഒത്തിരി തലയ്ക്ക് മുകളിലോട്ട് പോകരുത്. ഇപ്പം ഈ ഒരു എന്താണ് മനോജ് സാറിന്റെ ഈ സംഭവം നമുക്ക് തലയ്ക്ക് മുകളിലോട്ട് തോന്നുന്നത് ഈ ഒരു ഓൺലൈൻ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ഓൺലൈനിന്റെ കുഴപ്പം. അപ്പൊ നമ്മൾ കൈയുടെ പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് ഹെഡ്ലൈറ്റ് ഇല്ലേ, ഈ രണ്ട് നമ്മൾ ഈ ഇത് ലൈറ്റ് ആണെങ്കിൽ ആ ലൈറ്റ് നമ്മുടെ നെറ്റിയിലോട്ട് ആ വെട്ടം അടിക്കുന്ന രീതിയിൽ. അപ്പൊ നമുക്ക് ഒരിക്കലും നമ്മൾ ഈ കയ്യിലോട്ട് നോക്കാൻ പാടില്ല. നമ്മളുടെ കണ്ണുകൾ എന്ന് പറയുമ്പം എന്താണ് ഒരു 40-45 ഡിഗ്രി താഴോട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ശ്വാസം എടുക്കുന്ന ആ ഒരു സ്പീഡിൽ തന്നെ. ചിലർ ഇങ്ങനെ ചെയ്യുന്ന കാണാം, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ശ്വാസം എടുക്കുന്ന ആ ഒരു സ്പീഡ് ഉണ്ടല്ലോ ഉള്ളിലോട്ട്, ആ എടുക്കുന്ന സ്പീഡിൽ നമ്മൾ കൈകൾ മുകളിലോട്ട് ഉയർത്തുക. അതേപോലെ ശ്വാസം വിട്ടുകൊണ്ട് എന്നാണ് കൈകൾ താഴോട്ട് താക്കുക. ഓക്കെ, ഈ ഒരു രീതിയിൽ നമ്മൾ ഇതിന്റെ മിനിമം കൗണ്ട് എന്ന് പറയുമ്പോൾ 30ആണ്. 30 മിനിമം ചെയ്യണം. മാക്സിമം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. 30 എന്നാണ് ഇതിന്റെ ഒരു മിനിമം കൗണ്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ എന്താണ് നമ്മളുടെ ഒരു ഫുൾ ബോഡിയിൽ നമ്മളുടെ എനർജി സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാൻഡ് റേസിങ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ കാലിന്റെ പൊസിഷനൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞ സെയിം പൊസിഷൻ തന്നെ. ആ കാലുകൾ എന്താണ് ആ ഉപ്പൂറ്റി കാലിന്റെ പൊത്തകൾ നേരെ വെച്ചിട്ട് മുട്ട് ചെറുതായിട്ട് മടക്കിയിട്ട് ഈ ഒരു നമ്മൾ പ്രീശൂന്യ എക്സസൈസ് ചെയ്യുന്നതിന്റെ എല്ലാത്തിന്റെ കാലിന്റെ പൊസിഷൻ ആദ്യത്തെ നമ്മൾ ഹാൻഡ് സ്വിങ്ങിങ് ചെയ്ത സമയത്തെ സെയിം പൊസിഷൻ തന്നെയാണ്. അപ്പൊ ഹാൻഡ് സ്വിങ്ങിങ് ചെയ്തു, അടുത്ത ഹാൻഡ് റേസിങ് ചെയ്തു. ഓക്കെ, അടുത്തെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പം നമ്മളുടെ ബോഡി ആക്റ്റീവായി, നമ്മളുടെ എനർജി നമ്മൾ സർക്കുലേറ്റ് ചെയ്തു. അതുപോലെ നമുക്ക് നമ്മുടെ ചുറ്റും കുറച്ച് എനർജി ഉണ്ട്. അപ്പൊ ആ എനർജി നമ്മളിലോട്ട് എന്താണ് നമ്മൾ കൊണ്ടുവരുവാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എനർജി കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് സംഭവം ചെയ്യാറുണ്ട്. ഇത് നമ്മൾ മിനിമം 3 എണ്ണമാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ എനർജി കൊണ്ടുവന്ന് നമ്മളുടെ ഒരു പൊക്കിളിന്റെ ഏരിയയിലോട്ടാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് നമ്മൾ കൈ ഇങ്ങനെ പൊക്കിളിന്റെ ഏരിയയിലോട്ട് കൊണ്ടുവന്ന് ശ്വാസം വിട്ടുകൊണ്ട് എന്നാണ് കൈ താക്കുന്നു. ഇത് മിനിമം നമ്മൾ 3 എണ്ണം ചെയ്യുന്ന, മാക്സിമം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ചെയ്യുന്നത് പറയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആ ഒരു എനർജി എന്താണ് നമ്മളിലോട്ട് കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് എനർജി കളക്ഷൻ. എനർജി കളക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് സ്റ്റാൻഡിങ് മെഡിറ്റേഷൻ. നമ്മൾ എന്താണ് ആ നിന്നുകൊണ്ടൊരു മെഡിറ്റേഷൻ ചെയ്യണം. ആ മെഡിറ്റേഷൻ ചെയ്യുന്നത് നമ്മളിലേക്ക് ഇപ്പൊ കുറച്ച് പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ട് നമുക്കൊരു നല്ല എനർജി വന്നിട്ടുണ്ട്. അത് നമ്മൾ എന്താണ് നമ്മളുടെ സറൗണ്ടിങ്സുമായിട്ട് നമ്മൾ അവർക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ ഒരു എന്താണ് സ്റ്റാൻഡിങ് മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്റ്റാൻഡിങ് മെഡിറ്റേഷനിൽ തന്നെ നമ്മൾ റിവേഴ്സ് കൗണ്ടിങ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളുടെ ഒരു ശൂന്യ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഫസ്റ്റ് ആ ഒരു ലെവലിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് റിവേഴ്സ് കൗണ്ടിങ് ആണ്. ഓക്കെ, ഞാൻ റിവേഴ്സ് കൗണ്ടിങ്ങിനെ പറ്റി നേരത്തെ പറഞ്ഞില്ല. അപ്പൊ നമ്മളുടെ ഈ ഒരു ശൂന്യയിൽ നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ്, ഒരു ചെറിയൊരു ടെക്നിക്കാണ് എന്താണ് റിവേഴ്സ് കൗണ്ടിങ്. നമ്മൾ എന്തിനാണ് നമ്മൾ റിവേഴ്സിൽ കൗണ്ട് ചെയ്യുന്നത് അല്ലെ? നമുക്കറിയാം നമ്മൾ ഫോർവേഡ് കൗണ്ടിങ്, അതായത് നമ്മൾ 1, 2, 3 എണ്ണമാണെങ്കിൽ വളരെ സ്പീഡിൽ നമ്മൾ പെട്ടെന്ന് എണ്ണിപ്പോകും. പക്ഷെ നമുക്ക് എന്താണ് പുറകോട്ടാണ് ഉണ്ടത്. ഇപ്പൊ 9 to 0 ആണ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ 29 to 0 ആണ്, അല്ലെങ്കിൽ 99 to 0 ഞാൻ റിവേഴ്സിലാണ് കൗണ്ട് ചെയ്യുന്നതുണ്ടെങ്കിൽ എനിക്ക് എന്താണ് വളരെ കുറച്ച് ഫോക്കസ് അവിടെ ഇടേണ്ട ആവശ്യമാണ്. കാരണം നമ്മൾ 1, 2 നമുക്ക് സ്പീഡിലാണ്, പക്ഷെ തിരിച്ചെണ്ണുമ്പോൾ അത് തെറ്റിപ്പോവോ എന്നുള്ളൊരു ഇതുകൊണ്ട് നമ്മൾ കുറച്ച് എന്താണ് ഒരു ഫോക്കസ് അവിടെ കൊടുക്കുന്നുണ്ട് അല്ലെ? ആ ഒരു ചെറിയ ഫോക്കസ് ആണ് നമുക്ക് അവിടെ വേണ്ടത്. കാരണം നമ്മൾ ആ ഒരു ചെറിയ എഫേർട്ട് നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യാൻ ഇടുമ്പോൾ നമ്മളത് കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ഈ ഒരു ഫോക്കസ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് എന്താണ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഡെവലപ്പ് ആയി വരും. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ എപ്പോഴും റിവേഴ്സ് കൗണ്ടിങ് സജസ്റ്റ് ചെയ്യുന്നത് പറയുമ്പോൾ അവരുടെ ഒരു ഏകാഗ്രത കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിവേഴ്സ് കൗണ്ടിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ റിവേഴ്സ് കൗണ്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നത് പറയുമ്പോൾ നമ്മുടെ ശൂന്യയിൽ 3 സെറ്റായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് 9 to 0, ഒന്ന് 29 to 0,
ഒന്ന് 99-0. ഓക്കെ, ഈ ഒരു 3 കൗണ്ട് വെച്ചേക്കുന്നതിന് പ്രത്യേകിച്ച് അതിന്റെ പുറകിൽ കാരണങ്ങളൊന്നുമില്ല. നമുക്ക് ആ ഒരു കോമൺ പ്രാക്ടീസിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്നത് 9-0, 29-0, 99-0. നിങ്ങൾക്ക് എന്താണ് 39-0 ചെയ്യാം, 49-0, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ നമ്മൾ ഒരു പറഞ്ഞു കൊടുക്കുമ്പോൾ ശൂന്യ എന്ന് നമ്മൾ ഒഫീഷ്യലി നമ്മളൊരു ക്ലാസ്സിന് പോകുമ്പോൾ നമ്മൾ എല്ലാവർക്കും ഒരേപോലെ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 3 9-0, 29-0, 99-0 ഈ ഒരു 3 രീതിയിൽ നമ്മൾ പ്രാക്ടീസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സ്റ്റാൻഡിങ് മെഡിറ്റേഷൻ നമുക്ക് 9-0 നമുക്ക് ചെയ്യാം. അപ്പൊ 9-0 ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, അതായത് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് പുറത്തേക്ക് വിട്ടു, അങ്ങനെ നമ്മൾ ഒരു കൗണ്ട് ചെയ്യുക. അപ്പോൾ ഇപ്പൊ 9-0 ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, ശ്വാസം പുറത്തേക്ക് വിടുന്നു, 9, വീണ്ടും ഉള്ളിലേക്ക് എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു, 8. അങ്ങനെ നമ്മൾ 9-0 വരെ എന്താണ് നമ്മുടെ ശ്വാസത്തെ എണ്ണുന്ന ഒരു രീതിയാണ് നമ്മൾ റിവേഴ്സ് കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ ഒരു ശൂന്യയിൽ റിവേഴ്സ് കൗണ്ട് ചെയ്യാനാണെങ്കിലും നമ്മൾ ഈ ശൂന്യയിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെ കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ പറഞ്ഞു. നമ്മൾ കണ്ടിട്ടുണ്ട് പലയിടത്തും എന്താണ് ഇങ്ങനെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു, അതേപോലെ തന്നെ അടുത്ത മുഖത്തോടെ ശ്വാസം തുറന്നു. ഈ രീതിയിൽ നമ്മൾ എന്താണ് ഒരിക്കലും നമ്മളുടെ ശൂന്യയിൽ ഒരിക്കലും നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ട ഒരാവശ്യമില്ല. അപ്പൊ നമ്മൾ ശ്വാസം എടുക്കുമ്പോഴാണെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ശ്വസിക്കുന്നത്, നമ്മൾ നാച്ചുറലി നമ്മൾ ശ്വസിക്കുക. നമ്മൾ എന്താണ് ശ്വാസം കൂടുതലായിട്ട് എടുത്ത് ഹോൾഡ് ചെയ്ത് വെക്കുക, അങ്ങനെ ഒന്നും ചെയ്യരുത്. എങ്ങനെയാണോ നമ്മൾ നോർമലി ശ്വസിക്കുന്നത് അതേപോലെ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട്, അപ്പൊ നമ്മൾ ജസ്റ്റ് ആ ശ്വാസത്തിനെ എന്താണ് അവിടെ നിന്ന് ഫീൽ ചെയ്യണം. നമ്മൾ ശ്വാസം ഉള്ളിലോട്ട് പോകുന്നുണ്ടല്ലോ, അപ്പൊ ആ ഒരു കൗണ്ടിങ്ങിന്റെ കൂടെ തന്നെ നമ്മൾ ആ ശ്വാസത്തിനെയും കൂടെ ഫീൽ ചെയ്തിട്ട് നമ്മൾ ആ ശ്വാസം എന്താണ് പുറത്തേക്ക് വിടുക. അപ്പൊ വളരെ നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ എന്താണ് ഈ ഒരു കൗണ്ടിങ്ങിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്, കൗണ്ടിങ്ങിൽ ശ്വാസത്തിൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിൽ വേറൊരു ചിന്തകളും വരാത്ത ഒരു അവസ്ഥ നമ്മളിലേക്ക് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു രീതിയിൽ നമ്മൾ എന്താണ് ആ ഒരു പീസ് ഓഫ് മൈൻഡിലോട്ട് നമ്മൾ പോകും. അപ്പൊ നമ്മൾ വളരെ നാച്ചുറൽ ആയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഒരിക്കലും ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇതിലൊരു കാര്യങ്ങളും ചെയ്യരുത്. അപ്പൊ നമ്മൾ നാച്ചുറലി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക, അതൊരു കൗണ്ട് ചെയ്യുക, വീണ്ടും അകത്തേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ഈ രീതിയിലാണ് നമ്മൾ റിവേഴ്സ് കൗണ്ടിങ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മനോജ് സാർ ഇപ്പം സ്റ്റാൻഡിങ് മെഡിറ്റേഷൻ നിന്നുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ 9-0 ചെയ്യുന്നുണ്ട്. അപ്പൊ കണ്ണുകളുടെ പൊസിഷൻ എന്ന് പറയുമ്പോൾ കണ്ണുകൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അടച്ചു വെക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു 40 ഡിഗ്രി 45 ഡിഗ്രി പാതി അടഞ്ഞ രീതിയിൽ നമ്മൾക്ക് നിന്ന് ചെയ്യാം. നിങ്ങൾ ഏത് രീതി ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ മൈൻഡ് ഫോക്കസ് ആവുന്നത് ആ രീതി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ആ ഒരു കൈ എന്ന് പറയുമ്പോൾ ആ പൊക്കിളിന്റെ ഏരിയയിൽ നമ്മൾ ഹാൻഡ് റേസിങ് ചെയ്യാൻ വേണ്ടി വെച്ച പോലെ കൈ ഉയർത്തണ്ട, പക്ഷെ നമ്മൾ ആദ്യം ആ ഒരു പൊക്കിളിന്റെ ഭാഗത്ത് വെച്ചില്ലേ, ആ ഒരു രീതിയിൽ നമ്മളുടെ കൈയുടെ പൊസിഷൻ വെക്കുക. കൈകൾ തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടരുത്. ഈ ഒരു ചെറിയൊരു ഡിസ്റ്റൻസിൽ വേണം നമ്മൾ അവിടെ വെക്കാൻ. ഇങ്ങനെ വെച്ചുകൊണ്ട് വേണം നമ്മൾ സ്റ്റാൻഡിങ് മെഡിറ്റേഷനിൽ കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പ്രീ ശൂന്യ എക്സസൈസ്. ഇനി നമുക്ക് കുറച്ച് സ്ട്രെച്ചിങ് ഉണ്ട്. നമുക്കറിയാം സ്ട്രെച്ചിങ് എന്താണ് നമ്മൾ ചെയ്യുന്നത്, നമ്മളുടെ ആ ഒരു ബോഡി ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രെച്ചിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്ട്രെച്ചിങ് എന്ന് പറയുന്ന സംഭവം എന്താണ് ഈ മേജർ ആയിട്ടുള്ള ഓപ്പറേഷൻ കഴിഞ്ഞവര്, തേയ്മാനം ഉള്ളവര്, അങ്ങനെയൊക്കെയുള്ള ആളുകൾ എന്താണ് സ്ട്രെച്ചിങ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയുള്ളവർ മാത്രം, ബാക്കി എല്ലാവർക്കും സ്ട്രെച്ചിങ് ചെയ്യാം. പക്ഷെ മേജർ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവര് തൽക്കാലം എന്താണ് സ്ട്രെച്ചിങ് ഒഴിവാക്കണം. അപ്പൊ മനോജ് സാർ നമുക്കിപ്പോ കാണിച്ചു തരും സ്ട്രെച്ചിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഒരു രണ്ട് സ്ട്രെച്ച്. ഓക്കെ ഓക്കെ സാർ അത് ചെയ്തോ? ഏതാ നമ്മൾ ആ ഒരു നെറ്റി മുട്ടിക്കുന്നതാണോ അതോ കൈ വെച്ച് ചെയ്യുന്നതാണോ ചെയ്യാൻ പോകുന്നത്? ഓക്കെ, അപ്പൊ നമ്മൾ ഈ സ്ട്രെച്ചിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കാലുണ്ടല്ലോ, ഇപ്പം നിങ്ങൾ വലത്തെ കാല് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ഒരു കാല് മുന്നോട്ടും മറ്റേ ഓപ്പോസിറ്റ് കാല് ആ ഒരു കാലിന്റെ സൈഡിൽ ആ ഒരു തൊടയുടെയും ആ ഒരു മുട്ടിന്റെയും ഭാഗത്ത് ഒരു ചവിട്ടി വെക്കുന്ന ഒരു പൊസിഷനിലാണ് വെക്കാൻ പോകുന്നത്. അപ്പം ഏത് കാലാണോ മുന്നോട്ട് വെക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് കാലെന്താണ് നമ്മൾ ആ ഒരു ഇപ്പൊ മനോജ് സാർ ചെയ്യുന്ന പോലെ അങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ നീട്ടി വെച്ച കാലിന്റെ ഓപ്പോസിറ്റ് കാലിന്റെ മുട്ടിൽ എന്താണ് നമ്മൾ ഒരു കൈ വെച്ചിട്ട്, ഓക്കെ, എന്നിട്ട് ആ ഓപ്പോസിറ്റ് കൈ നമ്മൾ ആ കാലിന്റെ തള്ളവിരലില് നമ്മൾ നീട്ടി വെച്ചേക്കുന്ന കാലിന്റെ തള്ളവിരലിൽ തൊടാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ ആദ്യമേ നമ്മൾ തൊടാൻ പറയുന്നില്ല, നിങ്ങൾ തൊടാൻ ശ്രമിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പം ഈ ഒരു രീതി, അതായത് ഒരു 5 തവണ 3 സെറ്റായിട്ട് ചെയ്യണം. അതായത് നമ്മൾ 1 2 3 4
5 ചെയ്തിട്ട് ജസ്റ്റ് ഒരു 2 സെക്കൻഡ്സ് എന്താണെന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് നമ്മൾ മൊത്തത്തിൽ മാറണ്ട, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും എന്താണ് ആ ഒരു ചെറിയൊരു ഗ്യാപ്പ്, ഒരു 2 സെക്കൻഡ് ഗ്യാപ്പ് കൊടുത്തിട്ട് വീണ്ടും 5 ചെയ്യുക. ഓക്കെ, ആ 5 ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും എന്താണ് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുക. അങ്ങനെ 5 കൗണ്ട് 3 സെറ്റാണ് നമ്മൾ ഒരു സൈഡിൽ ചെയ്യുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ എന്താണ് ഓപ്പോസിറ്റ് സൈഡും ചെയ്യുക. നമ്മളിപ്പോ ചെയ്ത നമ്മൾ ഒരു സൈഡിൽ എത്ര ചെയ്യുന്നുണ്ടോ സെയിം കൗണ്ട് തന്നെ ഇപ്പറേ സൈഡും ചെയ്യണം. അല്ലാതെ കൗണ്ടിന് മാറ്റം വരരുത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ സെറ്റുകൾ ചെയ്യാം, കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. നമ്മളിത് മിനിമം കൗണ്ട് ആണ് പറയുന്നത്. ഓക്കെ, ആ ഒരു 5 കൗണ്ട് വെച്ചിട്ട് 3 സെറ്റ് 2 സൈഡിലും നമ്മളത് ചെയ്യുന്നു. അപ്പൊ ഈ സ്ട്രെച്ചിങ് ചെയ്യുമ്പോഴും നമ്മുടെ ബോഡി ഫ്ലെക്സിബിൾ ആവും. അതേപോലെ തന്നെ നമ്മുടെ ജോയിന്റ്സിലൊക്കെ ഉള്ള ടോക്സിൻസ് എല്ലാം നമ്മളുടെ ഈ ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് കൊണ്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സ്ട്രെച്ചിങ് എക്സസൈസ്. മനോജ് സാർ ഇപ്പൊ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാരും കണ്ടല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? എനിക്കൊന്ന് ഓൺലൈനിൽ അത്രയും ക്ലിയർ ആവത്തില്ല. തീർച്ചയായിട്ടും ഒരു ഫിസിക്കൽ മീറ്റിംഗ്, ഓഫ്ലൈൻ മീറ്റിംഗ് തന്നെ വെച്ചിട്ട് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നതായിരിക്കും. പഠിപ്പിക്കാൻ പോകുന്നതിന് മുന്നേ ഈ ഒരു പ്രാക്ടീസ് ഓഫ്ലൈൻ ചെയ്തിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പൊ അടുത്തെന്ന് പറയുമ്പം അടുത്തൊരു സ്ട്രെച്ചിങ് എക്സസൈസ് സാർ ചെയ്യുന്നത്, നമ്മൾ ചമ്രം പടഞ്ഞിട്ട് ഇരിക്കുക. എന്നിട്ട് ആ കൈ കണ്ടോ, ആ 2 കൈകൾ നമ്മൾ നിങ്ങൾക്ക് ഏതെങ്കിലും കാല് ചൂസ് ചെയ്യുക. ഏതെങ്കിലും ഒരു കാലില് ഇതുപോലെ ആ ഒരു ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നിങ്ങളുടെ നെറ്റി, ഓക്കെ, നമ്മളിപ്പോ ഏത് കാലിലാണോ പിടിച്ചേക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് കാലിന്റെ മുട്ടിലോട്ട് നമ്മുടെ നെറ്റി ശ്രമിക്കുക. ഓക്കെ, അത് ശ്രമിച്ചാൽ മതി. കൂടുതൽ ശ്രമിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് സാധിക്കും. ഇപ്പം നമ്മൾ ജസ്റ്റ് തുടക്കത്തിൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്താണ് ആ ഒരു നെറ്റി ആ ഒരു മുട്ടിലോട്ട് തൊടാൻ ശ്രമിക്കുക. അത് നേരത്തെ പറഞ്ഞ കൗണ്ട് തന്നെ, 5 എണ്ണം വീതം 3 സെറ്റ് 2 സൈഡും. ഓക്കെ, എല്ലാവർക്കും ഒന്നും നെറ്റി മുട്ടത്തില്ല, അതൊന്നും ഒരു ഇഷ്യൂ അല്ല. നമ്മളത് ശ്രമിച്ച ആ ഒരു ഇതാണ് നമ്മൾ മുട്ടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. നമ്മൾ ഈ ഒരു പ്രാക്ടീസ്, നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് അത് കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ എന്താണ് നമ്മളുടെ ആ ഒരു നെറ്റി മുട്ടിലോ ആ കൈ ഹോൾഡ് ചെയ്തേക്കുന്നതിന്റെ ഓപ്പോസിറ്റ് മുട്ടിൽ നമ്മളിങ്ങനെ തൊടാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ ഒരു സൈഡിൽ ചെയ്യുന്ന സെയിം കൗണ്ട് തന്നെ അപ്പറേ സൈഡും ചെയ്യണം. അല്ലാതെ ഒരു സൈഡിൽ നമ്മൾ 5 എണ്ണം ചെയ്തു അടുത്ത സൈഡിൽ 10, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം രണ്ടും ബാലൻസ് ചെയ്ത് പോകണമെങ്കിൽ ഒരു സൈഡിൽ ചെയ്ത സെയിം കൗണ്ട് തന്നെ നമ്മൾ അപ്പുറത്തും ചെയ്യുക. ഓക്കെ, ഓക്കെ സാർ ഇത് കാണിക്കുന്നത് അത് ഓക്കെ. മൂന്നാമത് നമ്മൾ ഒരു സ്ട്രെച്ചിങ് ഉണ്ട്. അതായത് നമ്മളുടെ ഒരു കൈ, നമ്മളുടെ ഒരു അടിവയറുണ്ടല്ലോ, നമ്മൾ അവിടെ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് അത് നമ്മളുടെ ഇപ്പൊ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ നെറ്റി തറയെ തൊടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഓക്കെ, അതും ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു 5 എണ്ണത്തിന്റെ 3 സെറ്റ് നെറ്റി തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ സ്ട്രെച്ചിങ് എക്സസൈസ് കഴിഞ്ഞു. ഇനിയാണ് നമ്മളുടെ മെയിൻ പാർട്ട്, അതായത് നമ്മളുടെ ആ ഒരു മെഡിറ്റേഷൻ. ഓക്കെ, മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം. ബെഡിലിരുന്ന് ചെയ്യാം, തറയിലിരുന്ന് ചെയ്യാം. അപ്പൊ തറയിലിരുന്ന് ചെയ്യുകയാണെങ്കിൽ സാർ ചെയ്തേക്കുന്ന പോലെ എന്തെങ്കിലും ഇതുപോലെ മാറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യാവൂ. വെറും തറയിലിരുന്ന് ചെയ്യരുത്. അല്ലാതെ നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് മെഡിറ്റേഷൻ ചെയ്യാം, എവിടെ ആണെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മളുടെ നട്ടെല്ലുണ്ടല്ലോ, നമ്മളുടെ നട്ടെല്ലും കഴുത്തും തലയും ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ആയിരിക്കണം. നമ്മൾ ഇരിക്കുമ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ നിങ്ങൾക്ക് കംഫർട്ടബിൾ എവിടെയാണ്, കസേരയിൽ ഇരിക്കുന്നവർക്ക് കസേരയിൽ ഇരിക്കാം. ഇങ്ങനെ ഈ ചമ്രം പടഞ്ഞാൻ ഇരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളുടെ ആ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ എന്താണ് നട്ടെല്ലും കഴുത്തും
ആ ഒരു നടുവ് എന്താണ് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു പൊസിഷനിലായിരിക്കണം. അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക ഇരിക്കുമ്പോൾ. ഓക്കെ, നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുക. നമ്മളുടെ ഒരു പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നമ്മളെ കംഫർട്ടബിൾ ആക്കിക്കൊണ്ടുള്ള ഒരു പ്രാക്ടീസ് ആണ്. നിങ്ങൾക്ക് ഓവറായിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമുക്ക് ആ ഒരു ബോഡിക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് സ്ട്രെസ് കൊടുത്ത് അല്ലെങ്കിൽ നമുക്ക് എഫേർട്ട് കൊടുത്ത് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ നമ്മളൊരു എന്താണ് ആ ഒരു നട്ടെല്ലും കഴുത്തും തലയും ഒരേ പൊസിഷനിൽ വെക്കാം. നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ കുറച്ചൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കുഷ്യൻ വല്ലതും യൂസ് ചെയ്യാം. ആ കുഷ്യന്റെ പുറത്തിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും. എന്നിട്ട് നമുക്ക് ചമ്രം പടഞ്ഞിരിക്കുന്നവർക്ക് അങ്ങനെ ഇരിക്കാം, അല്ലെങ്കിൽ കസേരയിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കാം. നിങ്ങൾക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും ഇരിക്കാം. എന്നിട്ട് നിങ്ങളുടെ കൈകളുടെ പൊസിഷൻ അതിനും എന്താണ് നമ്മൾ ഒരിക്കലും ഇതിനകത്ത് മുദ്രകളൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ കൈകള് ഇങ്ങനെ വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ എന്താണ് കൈ സാധാരണ ഇപ്പം രണ്ട് മുട്ടിൽ നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഏത് രീതി ചെയ്യുമ്പോഴാണോ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പൊസിഷനിൽ നിങ്ങൾ കൈകൾ വെക്കുക. അതേപോലെ തന്നെ എന്താണ് നമ്മൾ കൗണ്ട് ചെയ്യുന്ന സമയം നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ണ് എന്താണ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അടയ്ക്കാം, അല്ലെങ്കിൽ ആ ഒരു 40 ഡിഗ്രി നമ്മൾ താഴോട്ട് നോക്കി അവിടെ ആ രീതിയിൽ ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇവിടെ റിവേഴ്സ് കൗണ്ടിങ് പ്രാക്ടീസ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു നാക്ക് എന്താണ് ഈ എൽ എന്ന് നമ്മൾ പറയുമ്പം നമ്മളെ നാക്ക് ഈ പല്ലിന്റെ അടിയിൽ മേളിൽ മുട്ടാറില്ലേ? അപ്പൊ ആ ഒരു പൊസിഷന് ആ നാക്ക് ജസ്റ്റ് നമ്മൾ നാക്ക് ഇങ്ങനെ പൊക്കി ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്താണ് ആ ഒരു നാക്ക് നമ്മളുടെ ആ ഒരു പല്ലിന്റെ ആ ഒരു താഴെ ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ ഈ ഉമിനീര് നമ്മളിൽ ഒത്തിരി വരുന്നത് എന്താണ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതിനു വേണ്ടിയാണ് നമ്മൾ ആ ഒരു രീതിയിൽ ആ ഒരു നാക്കിന്റെ പൊസിഷൻ വെക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെ റിവേഴ്സ് കൗണ്ടിങ് ചെയ്യുന്നു. നമ്മൾ റിവേഴ്സ് കൗണ്ടിങ് മുമ്പ് ചെയ്യുന്ന പറഞ്ഞു. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടുന്നത് ഒരു കൗണ്ട് 9, ബ്രീത്ത് ഇൻ കഴിഞ്ഞ് നമ്മൾ ബ്രീത്ത് ഔട്ട് 8, 7. അപ്പൊ നമ്മൾ നാച്ചുറലി നമ്മൾ ശ്വസിച്ചിട്ട് 9 തൊട്ട് 0 വരെ നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ അവസാനിക്കുന്നത് 0-ലാണ്. അപ്പം റിവേഴ്സ് കൗണ്ടിങ്. അപ്പൊ നമ്മൾ 9 to 0. ഇപ്പൊ നമുക്ക് തുടക്കമായിട്ട് നമുക്ക് 9 to 0 ചെയ്യാം. അപ്പൊ 9 to 0 നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും റിപ്പീറ്റ് അടിച്ച് ചെയ്യാം. നമ്മളുടെ മൈൻഡ് എന്താണ് ആ ഒരു കാം ആവുന്നതിനും വരെ നമുക്ക് 9 to 0 ചെയ്യാം. അല്ലെങ്കിൽ 29 to 0 ഉണ്ട്, 99 to 0 ഉണ്ട്. നിങ്ങൾക്ക് ഏത് എണ്ണുമ്പോഴാണ് നിങ്ങൾക്ക് അത് കൂടുതൽ കൺവീനിയന്റ് ആയിട്ട് തോന്നുന്നത് ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഏത് കൗണ്ടിങ് വേണമെങ്കിലും. റിവേഴ്സ് കൗണ്ടിങ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണ് ആ ഒരു പുറകോട്ട് എണ്ണുക. നമ്മുടെ ആ ശ്വാസത്തെ നമ്മൾ ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടുന്നതിനെ നമ്മൾ എണ്ണുന്നതിനെയാണ് നമ്മൾ അവിടെ റിവേഴ്സ് കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മളുടെ മെഡിറ്റേഷൻ ടെക്നിക്ക്. അപ്പൊ നമുക്ക് എന്താണ് ആ ഒരു 9 to 0 ഇപ്പം മനോജ് സർ പ്രാക്ടീസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കും അത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞിട്ട് ഇപ്പം മനോജ് സാറ് ചെയ്യുന്ന പോലെ മനോജ് സാറ് ഒരു മിനിറ്റ്. അപ്പം മനോജ് സാറ് ചെയ്യുന്നത് ഇപ്പം നമ്മളെ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് മെഡിറ്റേഷൻ ആക്ടിവിറ്റീസ് ആണ് സാർ ഇപ്പൊ ചെയ്യുന്നത്. ചെയ്യുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്ന പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഇപ്പൊ ഒരു മെഡിറ്റേഷൻ ഒരു 10-15 മിനിറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് നമ്മൾ ആ ഒരു ബോഡിയൊക്കെ അതായത് നമ്മൾ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റി ഒന്നും ചെയ്യാതിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സ്റ്റിഫായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ അതിന് മുന്നേ ആ ഒരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മളുടെ മനസ്സൊക്കെ ശാന്തമായി. അപ്പൊ നമ്മളുടെ വീണ്ടും ആ ഒരു ബോഡിയെ എന്താണ് ഒന്ന് വീണ്ടും ആക്ടിവേറ്റ് ചെയ്യാണ്. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ പോസ്റ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നന്നായിട്ട് എന്താണ് നമ്മളുടെ ഈ കൈകള് നല്ലതുപോലെ ഇങ്ങനെ തമ്മിൽ ഉരസിയിട്ട് അപ്പൊ നമുക്കറിയുന്ന കൈകൾ നമ്മളിങ്ങനെ ഒരു ചൂട് വരാറില്ലേ, ആ ഒരു സംഭവം നമ്മൾ എന്താണ് നമ്മളുടെ ഒരു മുഖത്ത് നമ്മൾ മിനിമം എന്താണ് 6 തവണ നമ്മൾ ഈ രീതിയിൽ ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഈ തലയിൽ നമ്മൾ എന്താണ് ഇങ്ങനെ ചെയ്യുക. ഓക്കെ, ഈ വിരലുകൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ അപ്പൊ നമ്മൾ ഡോക്ടർ എപ്പോഴും പറയണ നമ്മൾ വെറുതെ ചീപ്പ് എടുത്തിട്ടാണെങ്കിൽ എന്താണ് നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മളുടെ ആ ഒരു കിഡ്നി ഒക്കെ ഉൾപ്പെടെ നമ്മുടെ ആ ഇന്റേണൽ ഓർഗൻസിന് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നല്ലതാണെന്ന് പറയണം. അപ്പൊ നമ്മൾ ഇതെല്ലാം വീണ്ടും എന്താണ് ആക്ടിവേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുക. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ചെവിയുടെ ഈ ഭാഗത്ത്. ഓക്കെ, പിന്നെ ഈ ഒരു കാര്യം ഇതെല്ലാം ഒരു മിനിമം നമ്മൾ ഒരു 6 തവണ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ്. നമ്മളെ ഫുള്ളായിട്ടൊന്ന്
ആക്ടിവേറ്റ് ചെയ്ത് നമ്മുടെ ബോഡിയൊക്കെ ഒന്നുകൂടെ ഒന്ന് എനർജറ്റിക് ആയിട്ട് വരാൻ വേണ്ടി നമ്മളെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മളുടെ ഒരു പ്രാക്ടീസ് സെഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ മനോജ് സാർ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഓഫ്ലൈൻ സെഷൻ അറേഞ്ച് ചെയ്ത് തരും. അത് തന്നെയാണ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഓഫ്ലൈൻ സെഷൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നമുക്ക് ഒരു ഇൻഫർമേഷന് വേണ്ടി നമുക്ക് ഓൺലൈൻ വരാമെങ്കിൽ പോലും നമുക്ക് കൂടുതലായിട്ട് അറിയണം, അത് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ ഒരു പ്രോഗ്രാം ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും. കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അറിയാം മനോജ് സാർ ആണെങ്കിൽ നമുക്ക് ഒരു ടീമിന് കൊടുത്തേക്കുന്ന പേരെന്താണ്? ടീം പഞ്ചശീല എന്നാണ് അല്ലെ? അപ്പൊ എന്താണ് പഞ്ചശീല എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ശൂന്യയില് ചെയ്യുന്ന പറയുമ്പോൾ നമ്മളെ തന്നെ എന്താണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, നമ്മളെ തന്നെ റീസെറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് അല്ലെ? അപ്പൊ ഈ ഒരു പ്രോസസ്സ് എളുപ്പമാക്കാൻ വേണ്ടി നമുക്ക് നമ്മളുടെ ശൂന്യ പ്രാക്ടീസിൽ കൂടെ നമുക്കത് സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു 5 കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ, ഓക്കെ, നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്താണ് ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടാൻ പെട്ടെന്ന് കിട്ടുന്ന നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന സംഭവമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിൽ നമ്മളുടെ മാറ്റം വന്നു എന്ന് നമുക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെയാണ് ഐ ഷാൾ നോട്ട് ഹാം. നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ പാടില്ല. ഓക്കെ, നമുക്കറിയാം നമ്മൾ DXനിൽ എപ്പോഴും നമ്മൾ കാണുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പാരപണിയിലും അല്ലെ? ഒരാൾ പൊങ്ങി വരുമ്പോ എന്താണ്, ഓ അവൻ ദാ കയറി വരുന്ന പിന്നെ അവനൊരു അടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മളൊരു അടി കൊടുത്ത് അവിടെ ഇരുത്താൻ ശ്രമിക്കാറുണ്ട് അല്ലെ? അപ്പൊ ഒരിക്കലും മറ്റുള്ളവരെ മനഃപൂർവ്വമായിട്ട് ഉപദ്രവിക്കാൻ പാടില്ല. ഓക്കെ, എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും നമ്മളെ അടിക്കുവാണെങ്കിൽ നമ്മൾ അടുത്ത കാരണം കാണിച്ചു കൊടുക്കണമെന്നും അവിടെ പറയുന്നില്ല. നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. പക്ഷെ നമ്മൾ ഒരിക്കലും അനാവശ്യമായിട്ട് ഒരാളെയും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഇന്റൻഷ്യലി ചിലപ്പോൾ നമ്മൾ അറിയാതെ മറ്റുള്ളവർ നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് അത് ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയാൻ പറ്റത്തില്ല അല്ലെ? അങ്ങനെയുള്ള കാര്യം. പക്ഷെ നമ്മൾ മനഃപൂർവ്വം ഒരാളെ ഉപദ്രവിക്കണം അല്ലെങ്കിൽ അവർക്ക് ദോഷം വരണം എന്ന രീതിയിൽ നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തൊട്ട് അത് ചെയ്യാതിരിക്കുക. ഓക്കെ, നമ്മൾ ആദ്യം നമ്മളുടെ ശൂന്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞ നമ്മൾ ശൂന്യതീസ് പാലിക്കേണ്ട 5 ശീലങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഒരു പ്രവൃത്തി. ഓക്കെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ ശീലങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ രാവിലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു, കാപ്പി കുടിക്കുന്നു, ഇതൊക്കെ നമ്മളുടെ ശീലമാണ് അല്ലെ? അപ്പൊ അതേപോലെ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ശീലമാണ് ഇപ്പൊ ഈ പറയുന്നത്. ഒന്നാമത്തേത് നമ്മൾ ആരെയും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. ഓക്കെ, രണ്ടാമത്തേന്ന് പറയുമ്പോ നമ്മൾ ഒരിക്കലും തെറ്റായിട്ടുള്ള ഒരു അവകാശവാദം ഉന്നയിക്കാൻ പാടില്ല. ഫോൾസ് ക്ലെയിംസ്. നമ്മൾ എപ്പോഴും പറയും നമ്മൾ DXന്റെ പ്രോഡക്റ്റ് DXന്റെ പ്രോഡക്റ്റ് സൂപ്പർ പ്രോഡക്റ്റ് ആണല്ലേ, അത് അങ്ങനെ ഗുണമുണ്ട് ഇങ്ങനെ ഗുണമുണ്ട്. ഇത് നമ്മൾ ചോദിക്കുക താങ്കൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടോ? ഞാനത് യൂസ് ചെയ്യുന്നില്ല, ഞാൻ വേറൊരു ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പക്ഷെ ഈ ഒരു രീതിയിൽ നമ്മൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മളൊരു സംഭവം ക്ലെയിം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ DXന്റെ കോഫി നല്ലതാണ് അല്ലെങ്കിൽ പേസ്റ്റ് നല്ലതാണ് എന്ന് നമ്മൾ അവിടെ പറയുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളത് യൂസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ടോ നമ്മൾ ചെയ്തിട്ട് നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ റിസൾട്ട് ഒന്നും കിട്ടാതെ അത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ഒരിക്കലും തെറ്റായിട്ടുള്ള ഒരു അവകാശവാദം നമ്മൾ ഉന്നയിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ പാടില്ല. അതേപോലെ നമ്മൾ തെറ്റായിട്ടുള്ള ഒരു അവകാശവാദങ്ങളും നമ്മൾ ഉന്നയിക്കാൻ പാടില്ല. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഐ ഷാൽ നോട്ട് ടേക്ക് വാട്ട് ഡസ് നോട്ട് ബിലോങ്സ് ടു മീ. നമ്മളുടേതല്ലാത്തതൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല. അത് വേറൊരാളുടെ മെമ്പർ ആണെങ്കിൽ പോലും മറിച്ച് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കാതിരിക്കുക. അവര് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നെങ്കിൽ വരട്ടെ, അല്ലാതെ അവരുടെ ടീം അല്ലെങ്കിൽ ഞങ്ങളുടെ ടീം അവിടുന്ന് കുറച്ച് ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരിക. നമ്മൾ ഒരിക്കലും നമ്മളുടേതല്ലാത്ത ഒരു കാര്യങ്ങളും നമ്മൾ എടുക്കാൻ പാടില്ല. നമുക്ക് അർഹതപ്പെട്ടതാണ് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. അത് വേറൊരാളുടെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിക്കാൻ പോകുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി നമുക്ക് വളരെ മോശമായിട്ട് വരുന്നത്. ആ ഒരു രീതിയിൽ നമ്മൾ തട്ടിപ്പറിച്ചെടുക്കുന്ന ആ ഒരു അവസ്ഥയിൽ വരുമ്പോഴാണ് അല്ലെ? അപ്പൊ ഒരിക്കലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ കൈവശം പെടുത്താൻ നമ്മൾ ശ്രമിക്കാതിരിക്കുക. ഓക്കെ, അതിനുശേഷമാണ് ഐ ഷാൽ നോട്ട് നമ്മളുടെ കുടുംബത്തിന്റെയും അതേപോലെ തന്നെ സൊസൈറ്റിയുടെയും ആ ഒരു ഐക്യം നമ്മൾ ഒരിക്കലും തകർക്കാൻ പാടില്ല. ഓക്കെ, നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ ഒരു പ്രവൃത്തി കൊണ്ട് എനിക്കോ
എൻ്റെ കുടുംബത്തിനോ നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പോവാണ്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കൊണ്ട് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു പ്രശ്നം ഉണ്ടാവാം. അപ്പൊ എന്താണ്, നമ്മളത് മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കാതെ നമ്മൾ എന്താണ് ആ ഒരു സംഭവം നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഒരിക്കലും എന്താണ് നമ്മളുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ നമ്മളുടെ സൊസൈറ്റിക്കോ ഹാംഫുൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യുകയോ പറയുകയോ ചെയ്യാതിരിക്കുക. ഓക്കെ, അതിനുശേഷം ലാസ്റ്റ് തന്നെയാണ് ഐ ഷാൽ നോട്ട് ഇൻടോക്സിക്കേറ്റ്. നമ്മൾ ഒരിക്കലും എന്താണ് ഇവിടെ ആ ഒരു ഇൻടോക്സിക്കേറ്റ് എന്നുള്ള വാക്ക് നമ്മൾ ലഹരിക്ക് അടിമ എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിലും നമ്മൾ ഒന്നിനും എന്താണ് അഡിക്റ്റഡ് ആവാൻ പാടില്ല. ഓക്കെ, ചിലർക്ക് എന്താണ് സീരിയൽ അഡിക്റ്റഡ് ആണ്, ചിലർ ഫോൺ അഡിക്റ്റഡ് ആണ്, ചിലർ എന്താണ് ആ ഒരു ഓൺലൈനിൽ സംഭവം അതിൽ അഡിക്റ്റഡ് ആണ്, ചിലർ സിനിമ കാണാനാണ്, ചിലർക്ക് എന്താണ് ഈ പറഞ്ഞ പോലെ ചിലർക്ക് സ്നേഹം എന്ന് പറയുന്നത് ഒരു അഡിക്ഷൻ ആണ് അല്ലെ. അപ്പൊ നമുക്ക് അതേപോലെ തന്നെ മദ്യം, മയക്കുമരുന്ന് എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഇതെല്ലാം ഒരു അഡിക്ഷൻ വരുമ്പോൾ സംഭവം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് അതില്ലാതെ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് പോകും അല്ലെ. അപ്പോൾ നമ്മൾ ഈ ശൂന്യ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ട കാര്യമാണ് നമുക്ക് ഈ ഒരു ഓവറായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ നമ്മൾ എന്തിൻ്റെയും ഒരു അടിമയാണ് എന്നൊരു നമുക്ക് ഒരു ചിന്തയുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അത് മദ്യമാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ ഫോൺ ആണെങ്കിലും നമ്മൾ അല്ലെങ്കിൽ ചേർക്കുന്ന സീരിയലൊക്കെ കണ്ടില്ലെങ്കിൽ എന്താണ് അമ്മമാർക്കൊക്കെ ഭയങ്കര ടെൻഷനാണ് അല്ലേ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് കാരണം എന്താണ് അവരതിൽ അഡിക്റ്റഡ് ആണ്. അപ്പൊ ഈ ഒരു അഡിഷൻ നമ്മൾ എന്താണ് ഒഴിവാക്കുക. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താണ് നമ്മളാരെയും ഉപദ്രവിക്കാൻ പാടില്ല, നമ്മൾ എന്താണ് മറ്റുള്ളവരുടേതായിട്ടുള്ള ഒരു സംഭവങ്ങൾ നമ്മൾ എടുക്കാൻ പാടില്ല, അതേപോലെ നമ്മൾ തെറ്റായിട്ടുള്ള അവകാശവാദം ഉന്നയിക്കാൻ പാടില്ല, നമ്മളുടെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഐക്യം തകർക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ എന്താണ് നമ്മൾ ഒരിക്കലും ഇൻടോക്സിക്കേറ്റ് ആവാൻ പാടില്ല. ഓക്കെ, അപ്പം ഈ ഒരു 5 ശീലങ്ങൾ, ഈ 5 ശീലങ്ങൾ തന്നെ നമ്മൾ പാലിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നമ്മൾ നല്ലൊരു വ്യക്തിയായിട്ട് നമ്മൾ വരും. അപ്പം നമ്മൾ ഈ ഒരു 5 കാര്യങ്ങളുടെ കൂടെ നമ്മൾ ശൂന്യ മെഡിറ്റേഷനും കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്താണ് നമ്മളായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ. കാരണം ഇപ്പോഴത്തെ ലോകത്തിലെ ധനികന്മാരെന്ന് പറയുമ്പോൾ സമാധാനം ഉള്ളവരാണ് ഏറ്റവും വലിയ ധനികൻ അല്ലേ. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എന്താണ് വളരെ സമാധാനപൂർണമായിട്ടുള്ള ഒരു മനസ്സും, ആ മനസ്സ് സമാധാനമാണെങ്കിൽ എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ഒരു നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവർക്ക് എന്താണ് ആ ഒരു രീതിയിൽ വളരെ ശാന്തമായിട്ടുള്ളൊരു സംഭവം നമുക്ക് എന്താണ് അവർക്ക് കൊടുക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ ഇതാണ് നമ്മളുടെ 5 ശീലങ്ങൾ. ഓക്കെ, മനസ്സാരെ അതിന് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? സാറിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അവിടെയുള്ള 9 നോസ് നമ്മൾ നോ സ്റ്റാച്ചു, നോ മന്ത്ര, നോ കൾച്ചർ, നോ ഹാബിറ്റ് ഓഫ് ഫുഡ്, അതും കൂടെ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയാൽ മതി 9 നോസ്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് ഇതില് ഇപ്പൊ നമ്മൾ പഞ്ചശീലകൾ പറഞ്ഞു, അതായത് നമ്മൾ പാലിക്കേണ്ട 5 നമ്മളുടെ ശീലങ്ങളിൽ നമ്മൾ മാറ്റം വരുത്തേണ്ട ഒരു 5 കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ നമ്മളിപ്പോ ശൂന്യ നമ്മൾ പറഞ്ഞു തന്നല്ലേ. അപ്പൊ ഈ ശൂന്യ പറഞ്ഞു തരുമ്പം ചില വ്യക്തികൾ എന്താണ് അവരുടേതായിട്ടുള്ള പേഴ്സണൽ രീതിയിൽ പിന്നെ അത് കൺവേർട്ട് ചെയ്തിട്ട് പുതിയ കാര്യങ്ങളാക്കണം. നമുക്കറിയാം ഡോക്ടർ എപ്പോഴും പറയും ഡോക്ടർ ഗാനോതെറാപ്പി എന്ന് പറഞ്ഞ് നമ്മളെ ഒരു സംഭവം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്താണ് അത് അഡ്വാൻസ് ലെവലിലാണ് പലരും എത്തിച്ചേക്കുന്നത് അല്ലെ. അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങളും അതിനകത്തൊക്കെ ആഡ് ചെയ്തിട്ട് ഇപ്പം ഗാനോതെറാപ്പി ഡോക്ടർ പഠിപ്പിച്ചതാണോ ആര് പഠിപ്പിച്ചതാണ് നമ്മൾ പഠിക്കുന്നത് നമുക്കിപ്പോ കൺഫ്യൂഷൻ. അപ്പൊ എപ്പോഴും എന്താണ് അതിലിങ്ങനെ നമ്മൾ തന്നെ അതിനകത്ത് പുതിയ അഡീഷൻ ഒക്കെ വരുത്തി അതിനെ വേറൊരു ലെവലിലോട്ട് നമ്മൾ എത്തിക്കാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ശൂന്യയിൽ നമ്മൾ ഡോക്ടർ അതിന് ആ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആദ്യമേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ശൂന്യയിൽ പാലിക്കേണ്ട കുറച്ച് ഇതിന്റെ പ്രിൻസിപ്പിൾസ് ആണ്, ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മളിത് ഒരു ചെറിയ മെഡിറ്റേഷൻ ടെക്നിക്കാണ്. അപ്പൊ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ അതിൽ പറയുന്നു നമ്മൾ അവിടെ ഒരു സ്റ്റാച്ചു എന്തെങ്കിലും ഒരു രൂപമോ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നോ സ്റ്റാച്ചു, നോ എന്താണ് മന്ത്ര, നോ റിലീജിയസ് ബിൽഡിംഗ്. അതായത് നമ്മൾ ഒരിക്കലും എന്താണ് ഏതെങ്കിലും ഒരു ഇപ്പൊ നമ്മളിപ്പം നമ്മൾ ശൂന്യയിലാണെങ്കിൽ കുറെ ബുദ്ധന്റെ ടീച്ചിങ്സ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഒരിക്കലും നമ്മൾ എന്താണ് ബുദ്ധന്റെ ആ ഒരു രൂപം വെച്ചിട്ട് നമ്മൾ ആരാധിക്കുവോ അങ്ങനെയുള്ള രീതികളൊന്നും നമ്മളുടെ ഒരു മെഡിറ്റേഷൻ ടെക്നിക്കിൽ ഇല്ല. അപ്പൊ നമ്മൾ എന്താണ് രൂപങ്ങൾ ഒന്നും പാടില്ല. അതേപോലെ നമ്മൾ മന്ത്രങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ചിലർക്കാണെങ്കിൽ നമ്മൾ ഈ ഓംകാര മന്ത്രമൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അല്ലെങ്കിൽ ചില മ്യൂസിക് ഒക്കെ ഇട്ട് നമ്മൾ ഒരു തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ ചെയ്യാറുണ്ട്. പക്ഷെ ശൂന്യയിൽ നമ്മൾ എന്താണ് ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാച്ചു ഇല്ല, മന്ത്രങ്ങളില്ല, അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പണ്ട് വിഹാരങ്ങൾ ബുദ്ധവിഹാരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കുറെ ക്ഷേത്രങ്ങളുണ്ട്. അപ്പൊ ഈ തരത്തിൽ ഒരിക്കലും എന്താണ് നമുക്കൊരു റിലീജിയസ് എന്തെങ്കിലും മതപരമായിട്ടുള്ള ഒരു ബിൽഡിങ് അങ്ങനെ ഒരു സ്ട്രക്ചർ നമ്മൾ ഈ ശൂന്യ
നമ്മളെപ്പോഴും ഓർക്കുക, നമ്മൾ ഇതും കൊണ്ട് ശൂന്യം കൊണ്ട് ചെല്ലുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഓക്കെ. അതിനുശേഷം പറയുന്നുണ്ട് നോ കൺസേൺ അബൌട്ട് ഫുഡ് ബിലീഫ് ആൻഡ് റിച്വൽസ്. ഓക്കെ. അപ്പൊ നമ്മൾക്ക് അതായത് നിങ്ങൾ ശൂന്യം ചെയ്യുമ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. ഓക്കെ. അപ്പോൾ ചില ധ്യാനങ്ങളിൽ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ടെക്നിക്കുകളൊക്കെ പറയാറുണ്ട് നിങ്ങൾ വെജ് മാത്രമേ കഴിക്കാവൂ എന്ന ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. പക്ഷെ ശൂന്യയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരുന്നാൽ മതി. നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇരുന്നിട്ട് നിങ്ങൾ എന്താണ് നിങ്ങളെ ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രോബാക്സ് നിങ്ങൾ റീസെറ്റ് ചെയ്തെടുക്കണം. പക്ഷെ നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇരിക്കുക. നിങ്ങളുടെ ഫുഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ഫുഡിനെ കുറിച്ച് കൺസേൺ ആവേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ നമ്മളുടെ വിശ്വാസങ്ങൾ, നമുക്കറിയാം നമ്മൾ പല ധർമ്മങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അല്ലെ. കാരണം നമ്മൾ ജനിച്ചത് എന്താണ് പല ധർമ്മത്തിലാണ് അല്ലെങ്കിൽ പല സംസ്കാരത്തിലാണ് നമ്മൾ ജനിച്ചതും വളർന്നതും ഒക്കെ. അപ്പൊ അവരുടെ വിശ്വാസങ്ങളും രീതികളും ആചാരങ്ങളും എല്ലാം എന്താണ് വ്യത്യസ്തമാണ്. അപ്പൊ പക്ഷെ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ അതെല്ലാം കളഞ്ഞിട്ട് നിങ്ങൾ ശൂന്യം ചെയ്യുക അല്ലെങ്കിൽ അതെല്ലാം തെറ്റാണ്, അതെല്ലാം പോട്ടെ, ആ ഒരിക്കലും രീതിയിൽ നമ്മൾ എന്താണ് ശൂന്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. പാടില്ലെന്നല്ല, ശൂന്യം അത് പാടില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തില് അതിൽ വിശ്വസിച്ചു ആ വിശ്വാസത്തിൽ നിന്ന് മാറണമെന്ന് ഇതിലേക്ക് ഇതെന്താണ് ആ ഒരു രീതിയിലുള്ള കൺവേർഷൻ ഒന്നും അല്ല ഇവിടെ നടക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ശൂന്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അത് ഇൻവോൾവ് ചെയ്യിക്കാതെ, കാരണം ഈ ശൂന്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇടയ്ക്ക് ബോംബെയിലുണ്ടോ ഇവർ ചെയ്യുന്ന വെച്ചാല് ഈ വിനായക ചതുർത്ഥി സമയത്ത് വിനായകന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നമ്മളുടെ ആ ഒരു മെഡിറ്റേഷന്റെ സംഭവം ചെയ്യാൻ. പക്ഷെ അതെന്ന് പറയുമ്പോൾ അതൊന്നും എന്താണ് നമ്മൾ അലൗഡ് അല്ല. നമ്മളിപ്പോ ശൂന്യയുടെ ഒരു പ്രോഗ്രാം ഒരു പോസ്റ്റർ റെഡിയാക്കുകയാണ്, അതിലൊരിക്കലും എന്താണ് ഈ പറഞ്ഞ രീതിയിൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും അതിനകത്ത് ഇൻവോൾവ് ആക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതേപോലെ തന്നെ റിച്വൽസ്, നമ്മുടെ ഒരു ആചാരങ്ങളുമായിട്ട് നമ്മൾ എന്താണ് ഈ ഒരു ശൂന്യം കണക്ട് ചെയ്യാതെ ഇരിക്കുക. അതിനുശേഷം പറയുന്നുണ്ട് നത്തിങ് ടു ടീച്ച്, നത്തിങ് ടു അച്ചീവ് ആൻഡ് നോ വൺ ടു സേവ്. ഓക്കെ. ഈ 3 കാര്യങ്ങളിനകത്ത് ഒന്നും നമുക്ക് പഠിപ്പിക്കാനില്ല. ഓക്കെ. അപ്പൊ പറയാം പിന്നെ എന്തിനാ നമ്മളിത് പഠിക്കുന്നത്, ഒന്നും പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളുടെ ആ ഒരു മൈൻഡ് എന്താണ് ശൂന്യമാവണം അല്ലെ. അപ്പൊ ഒന്നും പഠിപ്പിക്കാനില്ല എന്ന് പറയുമ്പോഴും നമുക്കറിയാം നമുക്ക് ഒരു ഞാനിപ്പോ ഇവിടെ വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ മനോജ് സാർ കാണിച്ചു തന്നു. പക്ഷെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? നമ്മൾ തന്നെയാണ് അല്ലെ. നാളെ നമ്മൾ ഈ കേട്ടവർ ഓരോരുത്തരും അവർ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എന്താണ് അത് മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ അവിടെ നത്തിങ് ടു ടീച്ച് എന്ന് പറയുമ്പോൾ പോലും ഞാനവിടെ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ പറഞ്ഞു തരുന്നു. പക്ഷെ എന്താണ് അത് പഠിക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ് അല്ലെ. നമുക്ക് ആ ഒരു തീരുമാനം എടുത്താൽ മാത്രമേ പഠിക്കണോ വേണ്ടായോ എന്ന് പറയാൻ പറ്റൂ. അതേപോലെ തന്നെ ഈ ടീച്ചിങ് ആണെങ്കിൽ പോലും ഒരാൾ മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കത്തില്ല മറ്റൊരാൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഓരോരുത്തരും മനസ്സിലാക്കുന്ന രീതി എന്താണ് വ്യത്യസ്തമാണ്. അപ്പൊ ഞാൻ ഈ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട എന്താണ് കാര്യം ആ രീതിയിൽ ഞാൻ ഇപ്പൊ ഈ പറയുന്ന രീതി ഇപ്പൊ നമ്മുടെ പ്രിൻസ് സാറിന് മനസ്സിലാവുന്നില്ലെങ്കിൽ അപ്പോ പക്ഷെ ശിവരാമൻ സാറിന് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ എന്താണ് പ്രിൻസ് സാറിന് മനസ്സിലാവുന്ന ഭാഷയിൽ അല്ലെങ്കിൽ ആ രീതിയിൽ എന്താണ് നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഓരോരുത്തർക്കും മനസ്സിലാവുന്ന രീതിയാണ് വ്യത്യാസമാണ്. അപ്പൊ ഞാൻ ഈ രീതിയിലേ പഠിപ്പിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇതാണ് എന്റെ ടീച്ചിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ പറയാൻ സാധിക്കത്തില്ല. അപ്പൊ അതുപോലെ തന്നെ എന്താണ് ഇന്ന കാര്യം പല രീതിയിൽ പറഞ്ഞാലേ ആളുകൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇതിന്റെ ഒരു ടീച്ചിങ് വേ ഉണ്ട് അല്ലെങ്കിൽ ഇതാണ് ഞാൻ പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് ഒരിക്കലും സ്പെസിഫൈ ചെയ്ത് ശൂന്യയിൽ പറയാൻ പാടില്ല. അപ്പൊ അവിടെ നത്തിങ് ടു ടീച്ച് പറയുന്നത്. അതേപോലെ നത്തിങ് ടു അച്ചീവ്. ഓക്കെ. നമ്മൾ എപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് പറയുന്നത് ശൂന്യം ചെയ്താൽ എന്താണ് PV കിട്ടുമോ എന്ന് ചോദിക്കാറുണ്ട്. ശൂന്യം ചെയ്താൽ ഒരിക്കലും എന്താണ് PV കിട്ടത്തില്ല. നിങ്ങൾക്ക് പ്രത്യേകിച്ച് പൈസയും കിട്ടത്തൊന്നുമില്ല. പക്ഷെ നമുക്ക് ശൂന്യം നിന്ന് നമ്മൾ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് കുറച്ച് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ഓക്കെ. നമുക്ക് അതിൽ നിന്ന് അച്ചീവ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഒന്നും നമുക്ക് നമ്മുടെ ശൂന്യം കിട്ടാനില്ല. അത് പ്രതീക്ഷിച്ചാരും ഇങ്ങോട്ട് വരരുത്. നമ്മൾ മോണിറ്ററി ബെനിഫിറ്റ്സ് ഒന്നും നമുക്ക് ശൂന്യം കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ശൂന്യയുടെ ഇമ്പോർട്ടൻസ്, നമുക്ക് ആ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സമാധാനപൂർണ്ണമായിട്ടൊരു മനസ്സ്, നമുക്കറിയാം നമുക്ക് ആ ഒരു നമ്മൾ ശരിയായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് വേണം അല്ലെ. ആ ശാന്തമായിട്ടുള്ള ഒരു മനസ്സിൽ നിന്ന് മാത്രമേ ശരിയായിട്ടുള്ള ഒരു ഡിസിഷൻ നമുക്ക് എടുക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിലാണെങ്കിലും എന്തോ ആണെങ്കിലും.
അപ്പോൾ നമുക്ക് ആ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവണമെങ്കിൽ എന്താണ്, നമ്മൾ ഈ പറഞ്ഞ വാല്യൂസ് അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സക്സസിലോട്ട് നമ്മൾ എത്തുന്നതിന്റെ ആ ഒരു സ്പീഡ്, അല്ലെങ്കിൽ അതെന്താണ് ആ ഒരു യാത്ര എന്താണ് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നത്തിങ് ടു അച്ചീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അവിടെ ഒരു മോണിറ്ററി ബെനിഫിറ്റ്സും കിട്ടുന്നില്ല. പക്ഷെ ആ ഒരു നമുക്ക് പല എക്സ്പീരിയൻസും കിട്ടാറുണ്ട്, നമുക്ക് നമ്മളിൽ തന്നെ ചേഞ്ചസ് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു രീതി നമ്മൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരിക്കലും എന്താണ് നമ്മൾ എന്തെങ്കിലും ഗ്യാരണ്ടി പറഞ്ഞ ഒരാളെ ഇതിലേക്ക് ശൂന്യതയിലോട്ട് കൊണ്ടുവരാൻ പാടില്ല. ഓക്കെ, നിങ്ങൾക്ക് അത് കിട്ടും, നിങ്ങൾക്ക് ഇത് കിട്ടും, ഒരിക്കലും എന്താണ് ആ ഒരു ഗ്യാരണ്ടി കൊടുത്ത് നമ്മൾ ഒരിക്കലും ആളുകളെ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. അവരോട് പറയാൻ ഇങ്ങനൊരു സംഭവം ഉണ്ട്, നിങ്ങളത് കേട്ട് നോക്കുക, നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, നല്ലതാണെങ്കിൽ മാത്രം നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ഒരിക്കലും എന്താണ് അവരെ ഫോഴ്സ്ഫുള്ളി ഇത് നല്ലതാണ്, ഇത് നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്താണ് അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് അവർ നമ്മളെ പേടിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളോട് ബഹുമാനം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം കൊണ്ട് ചിലപ്പോൾ കുറച്ച് നാൾ ചെയ്തേക്കാം, പക്ഷെ അവർക്ക് താല്പര്യമില്ലെങ്കിൽ എന്താണ് അവരത് മുന്നോട്ട് പോകത്തില്ല അല്ലെ. അപ്പൊ നമ്മൾ ആ ഒരു ശൂന്യം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് നമുക്ക് അതിൽ നിന്ന് കുറച്ച് എക്സ്പീരിയൻസ് മാത്രമാണ് കിട്ടുന്നത്, അല്ലാതെ ഒരു പ്രത്യേകിച്ച് എന്താണ് മോണിറ്ററി ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു മെന്റാലിറ്റിയോട് കൂടി നമ്മൾ എന്താണ് നമ്മുടെ ശൂന്യം ചെയ്യാതെ ഇരിക്കുക. ഓക്കെ, അതിനുശേഷം പറയുന്നത് നോ വൺ ടു സേവ്. അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഭവം തന്നെ, അതായത് നമ്മളെ രക്ഷിക്കണമെങ്കിൽ എന്താണ് നമ്മൾ തന്നെ വിചാരിക്കണം. ഇപ്പൊ നമ്മൾ വലിയൊരു കൊക്കയിലോട്ട് മറിയാൻ പോവാ, നമ്മളുടെ കൂട്ടുകാരൻ എന്താണ് നമ്മളെ പിടിച്ചു കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ആ കൂട്ടുകാരന്റെ ആ കൈകൾ നമ്മൾ സ്വീകരിക്കണോ വേണ്ടതെന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കുക അല്ലെ. അപ്പൊ എനിക്ക് എന്താണ് കൂടുതലായിട്ട് അവിടെ രക്ഷപ്പെടണമെങ്കിൽ എനിക്ക് ആ കൈ തരുന്നത് എന്താണ് എനിക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആ ഡിസിഷൻ എന്താണ് നമ്മളിലായിരിക്കുന്നത്, ഞാൻ രക്ഷപ്പെടണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ എന്താണ് നമ്മൾ തന്നെ. അപ്പൊ ബാക്കി ഫാമിലിയിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മളുടെ ലീഡേഴ്സ് ആണെങ്കിലും ആരൊക്കെ നിങ്ങളെ എന്തൊക്കെ നിങ്ങൾ എങ്ങനെയൊക്കെ നിങ്ങളുടെ ബിസിനസ് കൂട്ടാം എന്ന് പറയുമ്പോൾ പോലും നമ്മൾ ആദ്യം വിചാരിക്കണം എന്റെ ബിസിനസ് ഡെവലപ്പ് ആവണം അല്ലെങ്കിൽ എനിക്ക് സക്സസ്ഫുൾ ആവണം എന്ന് ആര് തീരുമാനിക്കണം, നമ്മൾ ആദ്യം തീരുമാനിക്കണം അല്ലെ. അപ്പൊ നമ്മളെ സേവ് ചെയ്യാൻ എന്താണ് വേറെ ആർക്കും സാധിക്കത്തില്ല, നമ്മളെ കൊണ്ട് തന്നെ സാധിക്കത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ ഈ 9 നോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ശൂന്യ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ 9 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നമ്മൾ സ്റ്റാച്ചുവോ മന്ത്രങ്ങളോ അതേപോലെ തന്നെ റിലീജിയസ് ബിൽഡിങ്ങോ യൂസ് ചെയ്യാൻ പാടില്ല. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, ഇന്ന ഫുഡേ കഴിക്കാവുന്നില്ല. നമുക്ക് നമ്മുടെ ഒരു വിശ്വാസത്തിൽ നമ്മൾ ഇടപെടാതിരിക്കുക, ആചാരങ്ങൾ ഇടപെടാതിരിക്കുക. അതേപോലെ നമുക്ക് പ്രത്യേകിച്ച് എന്താണ് അവിടെ പഠിപ്പിക്കാനൊന്നുമില്ല, നമുക്ക് അച്ചീവ് ചെയ്യാനൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മളെ രക്ഷിക്കാനും ആരുമില്ല, നമ്മളൊക്കെ തന്നെ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ 9 കാര്യങ്ങളാണ് ശൂന്യയുടെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്. അപ്പൊ അത് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് അല്ലെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഓക്കെ, താങ്ക് യു മാഡം. ഞാൻ ശൂന്യലി പഞ്ചശീല എന്ന് പറഞ്ഞ ആ ഒരു സംഭവം തുടങ്ങാൻ കാരണം ഞാൻ പറയാം. ഞാൻ ഈ ശൂന്യം ആദ്യമായിട്ട് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊക്കെ നടക്കുമോ, കാരണം വെച്ചാൽ ഇത് ഇങ്ങനെ ഞാൻ പണ്ട് റേക്കി എന്ന് പറഞ്ഞൊരു ഹീലിംഗ് ഞാൻ പോയിട്ടുണ്ട്. അതുപോലെ പല രീതിയിൽ ഞാൻ പോയിട്ടുണ്ട്. ഇപ്പം എന്റെ അമ്മയാണെങ്കിൽ പ്രാണി ഹീലിംഗ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അവരുടെ എന്താ പറയുക ശിവശങ്കറിന്റെ ശ്രീ ശിവശങ്കറിന്റെ ആർട്ട് ഓഫ് ലിവിംഗ് ഒക്കെ അമ്മ ചെയ്യാറുണ്ട്. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഓൾറെഡി ഇങ്ങനെയുള്ള കുറെ ആക്ടിവിറ്റികളുണ്ട്. അപ്പൊ അതായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ എല്ലാം പറയുന്ന പോലെ അതിനൊക്കെ നേരം വേണ്ട അല്ലെങ്കിൽ ചെയ്താൽ വന്നത്. പക്ഷെ അതല്ല, ഞാൻ ഇതിൽ വന്ന് കറക്റ്റായിട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്കുള്ള മാറ്റം എന്ന് വെച്ചാല് ഞാൻ പണ്ട് ഭയങ്കര ഇപ്പോഴും ഇല്ലെന്ന് ഞാൻ പറയാം, എനിക്ക് ഷോർട്ട് ടെമ്പേർഡാണ്, പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും. പക്ഷെ ശൂന്യന് വന്നതിന് ശേഷം എനിക്കുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് ആയാലും ആവുന്ന സമയത്ത് ഞാനെന്തോ സംഭവിക്കാൻ പോകണേ കൂൾ ഡൗൺ ചെയ്യണം എന്നൊരു തോട്ട് എനിക്ക് മൈൻഡിൽ വരുന്നുണ്ട്. പക്ഷെ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു പണ്ട്. എനിക്കൊരു അനുഭവമാണ് അത്. രണ്ടെന്ന് വെച്ചാല് ഞാനിപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാനിപ്പോ DX എന്ന് പറയുന്നത് 24 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ സ്ട്രഗിളിങ് വന്നത് എന്റെ തോന്നലാണ്. എനിക്ക് എപ്പോഴും നോക്കിയാലും ഒരു കാര്യം അവർ വരും, അപ്പോഴേക്കും ഒത്തിരി ഒബ്സ്റ്റക്കിൾസ് വരുമായിരുന്നു. പക്ഷെ എന്തോ എന്നെ ആരോ കൊണ്ട് എത്തിച്ച പോലെയാണ് ശൂന്യൻ എത്തിയപ്പോഴേക്കും ഇപ്പൊ എന്റെ ഗ്രൂപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഒറ്റക്ക് നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യാനുള്ള ആ ഒരു പവർ എനിക്ക് എവിടെ നിന്ന് കിട്ടി. അത് സത്യമായിട്ട് ഞാൻ പറയാം, എനിക്കിപ്പോ ആരും പേടിയില്ല. കാരണം പേടിയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കൊക്കെ തന്നെ പേടിയാണ്. പക്ഷെ അങ്ങനെ ഒരാളെന്നെ എന്നെ തല്ലുവെന്നോ കൊല്ലുവെന്നോ പിടിക്കുമെന്നോ അതൊരു പേടിയില്ല. എന്ത് വന്നാലും എല്ലാവരും നേരിടാനുള്ള ചങ്കൂറ്റൊക്കെ ശൂന്യന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ശൂന്യം പഠിപ്പിക്കുന്ന ആളുകൾക്ക് ഉള്ള കുറെ അനുഭവങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ വന്നത്. കാരണം നേരത്തെ മാഡം പറഞ്ഞായിരുന്നു മാഡത്തിന് അമ്മയ്ക്കുണ്ട അനുഭവം. വെറുതെ ഹാൻഡ് സ്വിംഗിങ് എക്സസൈസ് ചെയ്തിട്ടുള്ള ഒരു അനുഭവം മാഡം പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ വെറുതെ ഹാൻഡ് സ്വിംഗിങ്ങും ഈ മെഡിറ്റേഷൻ പഠിപ്പിച്ച ആൾക്കാർക്ക് പല രീതിയിലുള്ള എയിൽമെന്റ്,
നമ്മുടെ DXN കഴിച്ചാൽ മാത്രം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞ ഒരു സംഭവമല്ല. ശൂന്യ ചെയ്തിട്ട് കൂടി ഒന്നും കഴിക്കാതെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. അത് രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അവര് പറയുന്നതാണ്. സാറ് പറഞ്ഞ 1-2 ഒരിക്കൽ സമയം കിട്ടുമ്പോ ചെയ്തിട്ട് വരെ ഒത്തിരി ആശ്വാസം കിട്ടണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്ര ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ പ്രചരിപ്പിക്കണോ വേണ്ടേ? പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി 1 വർഷമായിട്ട് ഞാൻ എന്റെ ടീം ബിൽഡിങ്ങിന്റെ പുറകെയായിരുന്നു. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ് അല്ല, ഫോർച്ചുനേറ്റ്ലി. കാരണം ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിലേ ഇത് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. എനിക്ക് കൊണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നില്ല ഇന്ത്യയിൽ. അപ്പൊ അതിന്റെ പേരിൽ ഞാനിവിടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഫസ്റ്റ് തുടക്കമാണ്. ഇത് ഞങ്ങൾ പിന്നോട്ടില്ല. 2025 വർഷം കേരളത്തിൽ ഞങ്ങൾ ശൂന്യം അടിച്ച് പൊളിച്ചിരിക്കും. കാരണം വെച്ചാല് ഇത് അന്വേഷിച്ചു വന്ന ആൾക്കാർ കൂടി തുടങ്ങി. ഞാൻ ചെറിയ ചെറിയ 1-to-1 മീറ്റിംഗ് നടത്തിയിട്ട് പോലും ആൾക്കാർക്ക് നല്ല ഫീഡ്ബാക്ക് ആണ്. സാറേ എനിക്ക് എന്താ പഠിക്കാൻ പറ്റുക, ഞാൻ ഓൺലൈനിൽ വരാം, എനിക്ക് ഫിസിക്കൽ വരാൻ പറ്റില്ല, എന്നിട്ട് വരാണ്ട്. ഇപ്പൊ ഇന്ന് നോക്കിയാൽ ഫസ്റ്റ് മീറ്റിംഗ് ആണ്. എനിക്ക് 18 പേരാ ഞാൻ കണ്ട്. 18 പേര്. ഇറ്റ്സ് എ ബിഗ് തിങ്. അത് ചെറിയ കാര്യമല്ല. കാരണം ആ കാലത്ത് 6 മണിക്ക് എഴുന്നേറ്റ് കുത്തിയിരുന്ന് കേൾക്കാന്ന് പറഞ്ഞാൽ അത് നല്ലൊരു പരിപാടിക്ക് തോന്നണില്ല. ആൾക്കാർക്ക് പറ്റില്ലത്. പക്ഷെ ഇത്രയും പേര് വരാൻ കാണാനുള്ള ആ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. മാഡം തീർച്ചയായിട്ടും മാഡത്തിലേക്ക് നന്ദി പറയേണ്ടത്. ഞങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ പഞ്ചശീല ഈ പ്രൈവറ്റ് ഗ്രൂപ്പിന് വേണ്ടി, കാരണം DXN ഒരു ഓത്തറൈസ്ഡ് എന്താ പറയാ ഒഫീഷ്യൽ ഗ്രൂപ്പ് അല്ലത്. നമ്മളൊരു പഞ്ചശീല നമുക്കൊരു ഗ്രൂപ്പിന്റെ ഒരു ഇതില് മാഡത്തിനെപ്പോഴും ഒഫീഷ്യലി ഇരിക്കുന്ന ഒരാൾ വന്ന് നിങ്ങൾക്ക് പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗ്രേറ്റ് തിങ്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് കാരണം ആ ഒരു അടുപ്പമാണ്. അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യുന്നു തോന്നുകൊണ്ടായിരിക്കാം മാഡം ഞാൻ എന്നോട് പറഞ്ഞപ്പോൾ തന്നെ മനോജ് സാറ് ചെയ്തോ ഞാൻ വരാമെന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച് മാഡം. ഇത്ര ഞങ്ങൾ കൂടി ഇരുന്നതിന് വളരെ നന്ദിയുണ്ട്. ഓക്കെ, വീണ്ടും ഞങ്ങൾക്ക് ഹെൽപ്പുകൾ വേണം. അപ്പൊ എനിക്ക് തോന്നണ എല്ലാ ശൂന്യം നിങ്ങൾ പഠിച്ച ശൂന്യമല്ല, ശൂന്യ അതൊരു ബേസിക് ആണ്. ഇപ്പൊ ഈ പഠിച്ചത് നമ്മൾ റെഡ് ബഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും. അതിലൊരു ലെവലൊക്കെ ഉണ്ട്. അതിൽ ഫസ്റ്റ് ലെവല്, സെക്കൻഡ് ലെവല്, തേർഡ് ലെവല്. എനിക്ക് ഇന്ത്യയിൽ 4th ലെവലല്ലേ മാഡം ഉള്ളത്? ഗ്രീൻ ബെൽറ്റ് അല്ലേ? ഇതിപ്പോ റെഡ് ബെൽറ്റ്, യെല്ലോ അല്ല ഓറഞ്ച് ബെൽറ്റ് അല്ല യെല്ലോ ബെൽറ്റ്, ഓറഞ്ച് ബെൽറ്റ്, ഗ്രീൻ ബെൽറ്റ്, അങ്ങനെ തന്നെ അല്ലേ? അപ്പൊ 4 ബെൽറ്റ് വരെ ഞാൻ പോയതാണ്. ഏത് ലെവലാണുള്ളത്? ഇപ്പൊ 4 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ആവശ്യം 7 ബെൽറ്റ് ഉണ്ട് ഇതിന്. ഓക്കെ, ഇന്ത്യയിൽ ഇപ്പൊ 4 വരെ ആയിട്ടുള്ളൂ. പക്ഷെ ഭാഗ്യത്തിന് 4 വരെ ആകാൻ പറ്റി. വലിയ വലിയ ഓരോ റിട്രീറ്റ് ഒക്കെ നടത്താറുണ്ട്. ആ റിട്രീറ്റിലൊക്കെ പോയിട്ട് 4 ബെൽറ്റ് വരെ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് പഠിപ്പിക്കാൻ സാധിക്കുന്നത്. ഞാൻ ഫുള്ള് പഠിപ്പിച്ചിട്ടല്ല, എന്നാലും എനിക്കറിയാം, ഞാൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എനിക്ക് പഠിപ്പിക്കാനുള്ളൊരു വിൽ പവർ ഉണ്ട്. അപ്പൊ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യണം. ഇപ്പൊ എല്ലാവരും ഡ്രസ് എന്തിനാണ്? അത് പഠിപ്പിക്കുന്നവർക്ക് മാത്രം മതി, പേടിക്കൊന്നും വേണ്ട. നിങ്ങളിത് പഠിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊരു മാനേഴ്സ് ആണ്. ഡോക്ടർ ലിമ്മു പറഞ്ഞത് റെസ്പെക്ട് ആണ്. അപ്പൊ അതുകൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്. കാരണം ഈ കിമോണോ വാങ്ങിക്കുമ്പോൾ ഇവിടെ ഡോക്ടർ ലിമ്മു ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു കിമോണോ ഈ ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ അതിന്റെ പകുതി പോണെങ്കിൽ ഇത്രയും പെർസെന്റേജ് ഇവിടെയുള്ള സാധാരണക്കാർക്ക് ഒരു ഇതൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു ഷെയർ അങ്ങോട്ട് പോകുന്നുണ്ട്. അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. അപ്പൊ അതുവരെ നമ്മൾ ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യും. പ്ലാനോട് പറഞ്ഞായിരുന്നു നമുക്ക് ചെയ്യാന്നുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ ഉണ്ട്. നമ്മുടെ നമ്മുടെ എന്താ പറയാ ഡോക്ടർ ലിമിന്റെ മിഷൻ ആയിരുന്നു അത് എന്താ പറയാ സേവ് ദ പൂവർ അല്ലെ? അതിന് നമുക്ക് കുറെ പേർക്ക് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. സ്പൈറലിനേക്കാം ആ ഒരു പ്രൊജക്ട് നമുക്കുണ്ട്. അതില് ഞാൻ മാഡത്തിന് ഇപ്പൊ ഞാൻ വാഗ്ദാനം ചെയ്യാണ്, പഞ്ചശീല ഗ്രൂപ്പ് അതിന്റെ പുറകെ തന്നെ ഉണ്ട്. ഓക്കെ, ഞങ്ങളുടെ പുറകെ ഉണ്ട്. ഞങ്ങളുടെ ആക്ടിവിറ്റികൾ ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ ഏതായാലും ഇത്രയും നേരം ഇരുന്ന എല്ലാവർക്കും എന്റെ പേരിലും ടീം പഞ്ചശീലയുടെ പേരിലും നമ്മുടെ ശൂന്യത ഇന്റർനാഷണലിന്റെ പേരിൽ ഞാൻ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് മാഡത്തിനോട് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.